ഇന്ധനവില ഇങ്ങനെ പോയാൽ ജനം എന്തു ചെയ്യും? കുതിച്ചുയരുന്ന ഇന്ധനവില പിടിച്ചു നിർത്താൻ എന്തു ചെയ്യും? ഇന്ധനവില നിയന്ത്രിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദിലെ ജിമാർ തമിഴ് ബൈ സ്കെയിൻ പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ധനവില കുതിക്കുന്നു, നമ്മുടെ ജനജീവിതം കിതയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. നിങ്ങൾക്കറിയാം, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം, അതുപോലെ ആഗോള വിപണിയിലെ അനിശ്ചിതാവസ്ഥ, ഇതെല്ലാം ചേർന്ന് ഇന്ധനവില കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ വാണിജ്യ സിലിണ്ടറിന് 46 രൂപ വില കൂടിയിട്ടുണ്ട് ഇന്ന്. അതേപോലെ 3231 രൂപയാണ് കൊമേഴ്ഷ്യൽ സിലിണ്ടറിന്റെ വില ഇന്ന്. അതുപോലെ ഗാർഹിക പാചകവാതകത്തിന്റെ വില കൂട്ടിയിട്ടില്ല തൽക്കാലം, അത് 941 രൂപയാണ്. എൻ്റെ പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സംപ്രേഷണം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇനി വില കൂടിക്കളയോ എന്ന പേടിയുണ്ട്. അതായത് ഇന്ന് തന്നെയാണ് ഇതിൻ്റെ സംപ്രേഷണം എന്നതുകൊണ്ട് അത് സംഭവിക്കില്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ പരിശോധിക്കുന്നു. ഇന്ധന വില കുതിക്കുന്നു, ജനജീവിതം കിതയ്ക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് പ്രസിഡന്റ് ടോമി തോമസ്, KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഭാരത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു ജോസഫ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ N അജിത് കുമാർ, ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ, കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സക്കീർ ഹുസൈൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VS പ്രദീപ്, INTUC ദേശീയ സെക്രട്ടറിയും പെട്രോളിയം ഗ്യാസ് വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KK ഇബ്രാഹിം കുട്ടി, വീട്ടമ്മയും സപ്ലൈകോ ജീവനക്കാരിയുമായ ബീന സജീവൻ. ഹായ് ജയപാൽജി, ഈ അടുത്തിടെ കൊച്ചിയിലെ ഒരു ഏതപ്പെട്ട കടയിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ കയറി ഒരു ചായയും കുടിച്ചൊരു മസാല ദോശയും കഴിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. മസാല ദോശ കഴിക്കുന്ന തന്നെ ചായ കുടിക്കാനായിരുന്നു. ഇവിടെ ഇപ്പോൾ ചായ ഇടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അസോസിയേഷൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എന്താ ഇതിനൊരു പരിഹാരം? കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് മേഖല ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ മാസമാണ് 993 രൂപ കൂടിയത്, ഇന്നിപ്പോൾ 46 രൂപ കൂടിയേക്കണം. അതിനിടയ്ക്ക് ഏത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയാലും ഞങ്ങൾ മേടിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ വില കൂടും. ഇപ്പൊ ഇതിന് ക്യാരറ്റ് 100 രൂപ, അതുപോലെ തന്നെ സവാളയ്ക്ക് 5 രൂപ കൂടി, എല്ലാ പച്ചക്കറിക്കും പലചരക്കിനും കൂടി. ബീഫ് പലയിടത്തും കൂടുമല്ലേ? ബീഫ് കിട്ടാനില്ല, ചിക്കന് കൂടുന്നു, ഫിഷിന് ഇരട്ടി വിലയാകുന്നു. അപ്പൊ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചോളം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഇന്ധനക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ ഇവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടും, ഓട്ടോമാറ്റിക്കാണ്. പക്ഷെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇവിടെ കുറയുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് GST വന്നു. GST വന്നപ്പോൾ എന്താ പറഞ്ഞേ? ഒരൊറ്റ നികുതി, ഒരൊറ്റ ഇന്ത്യ എന്നാ പറഞ്ഞേ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും അത്യാവശ്യ വസ്തു നമ്മുടെ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും ആവശ്യ വസ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയ രാജ്യത്ത് എല്ലാത്തിന്റെ വില കൂടും. ഇതിനകത്ത് തന്നെ കേരളത്തിൽ ചില അഡീഷണൽ നികുതി ഉള്ളതുകൊണ്ടാണ് മാഹിയിൽ ഇപ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, 12 രൂപ കുറവാണ്. ഞാൻ പറഞ്ഞ കേരള ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ജനസമൂഹത്തിന് ഗുണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇവിടുത്തെ ഇതിന്റെ ടാക്സ് കുറയ്ക്കണം. ഇത് GSTയിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഇവിടെ കുറെ പ്രതിസന്ധികൾ കുറയും. വീട്ടമ്മയോട് ചോദിക്കാം, സപ്ലൈകോയിലൊക്കെ ജോലിയുള്ള ആളാണല്ലോ. പിന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊക്കെ കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. നേരം വെളുത്ത് എഴുന്നേറ്റാൽ രാവിലെ ഒരു വില, ഉച്ചയ്ക്ക് ഒരു വില, വൈകുന്നേരം വേറൊരു വില. എല്ലാ ദിവസവും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത 10 ദിവസത്തിനുള്ളിൽ 4 പ്രാവശ്യം വില കൂട്ടി. ഈ വില കൂടുമ്പോൾ നമ്മൾക്ക് തൊഴിലിടങ്ങളിൽ കൂലി കൂടി കിട്ടുന്നില്ല. ഏത് മേഖലയിലാണെങ്കിലും, അത് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാരായ വീട്ടമ്മമാര് പല കടകളിലും അല്ലെങ്കിൽ വീടുകളിലും എല്ലാം തൊഴിലെടുക്കുന്ന ഒരു ആളുകൾക്കും ഈ അടിക്കടി വിലവർധനകൾ ഉണ്ടാകുമ്പോൾ തൊഴിൽ കൂലിയൊന്നും കൂട്ടിക്കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് നമ്മൾ എത്ര ശ്രമിച്ചാലും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. ഒരു മാസം നമുക്ക് കൊടുക്കുന്ന സാധനങ്ങളുടെ വില കൂടുവോ? വില ഇപ്പൊ കൂടിയിട്ടില്ല, ഇനിയിപ്പോ അറിയത്തില്ല. അല്ല, ഇപ്പൊ ഈ കണക്കിന് പോക്കെങ്കിൽ പിടിച്ചു നിക്കണമെങ്കിൽ കൂട്ടണമായിരിക്കും, അറിയില്ല. ജനങ്ങളിപ്പോ വഴിമുട്ടി നിൽക്കുവാണല്ലോ. ഓക്കെ, അപ്പൊ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ പൊതു ഗതാഗതം അതും പ്രശ്നമാവുമല്ലോ.
ഇപ്പൊ വില കൂടിയിട്ടുള്ള ഇപ്പൊ ഹോട്ടലിന്റെ വില കൂടി എല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബസ് കൂലി മാത്രമാണ് ഇപ്പോഴും കൂടാതെ നിൽക്കുന്നത്. ഇവർക്ക് കൂട്ടാല്ലേ? അവർക്ക് കൂട്ടാം, യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ഇപ്പൊ പാലിന് ഒരു പക്ഷെ ഇന്നാണ് പാലിന് വില വർദ്ധിപ്പിച്ചത്. പക്ഷെ ചായക്ക് ഒരാഴ്ച മുമ്പ് തന്നെ 12 രൂപ ഉണ്ടായിരുന്നത് 15 രൂപയായി. അവര് കൂട്ടിയിരുന്നു. അതാണ് ചെയ്തത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, ബസ്സുകാരെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഡീസലിന്റെ കാര്യം ഇപ്പോ 2022 മെയ് മാസത്തിലാണ് നമുക്ക് ബസ് ചാർജ് വർദ്ധിപ്പിച്ച് മിനിമം ചാർജ് 10 ഉറുപ്പിയാക്കിയിട്ട് സർക്കാർ ഞങ്ങൾ നിരന്തരം പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾക്ക് 10 ഉറുപ്പിയാക്കിയത്. അപ്പോഴും വിദ്യാർത്ഥികളുടെ ചാർജ് 1 ഉറുപ്പിയാണ്. അതിന് വിദ്യാർത്ഥികളെ ഇതായിട്ട് പറയുന്നതല്ല, 1 ഉറുപ്പിക്കാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ആ ഒരു അവസ്ഥയുണ്ട്. ആ 2022 ശേഷം ഇപ്പൊ 5 വർഷമായി ഡീസലിന്റെ വിലയിൽ 10 ഉറുപ്പിക കൂടി. ബസ് ചാർജ് വർദ്ധനവിന് ശേഷം മറ്റേ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് 2 ഉറുപ്പിക ഡീസലിന് സംസ്ഥാന സർക്കാർ കൂട്ടി. അതിനുശേഷം ഇപ്പൊ സെസ് അപ്പോഴും ഞങ്ങളെയാണ് അത് ബാധിച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെസ് അല്ല, സെസ് ബാധിച്ച് ഡീസലിലാണല്ലോ സെസ് കൂട്ടിയത്. അപ്പൊ 2 ഉറുപ്പിക ഞങ്ങളെ ബാധിച്ചു. മറ്റുള്ള ഏതെല്ലാം വാഹന ഗതാഗതം എല്ലാം ഡീസലും പെട്രോളും മീൻ പിടിക്കാൻ അല്ല അവർക്ക് അപ്പോഴും വർദ്ധിപ്പിക്കാം. ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ വളരെ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് ശരിക്കും എനിക്കൊന്ന് ഇതിപ്പം യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമില്ല. ഇതിപ്പോൾ എന്തായിരിക്കും അനിൽകുമാർ? കാരണം കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അപകടം ഒരുപാട് സാധനം, ഒരു 80% സാധനം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിലക്കയറ്റം നമ്മളെ വല്ലാതെ ബാധിക്കും. ഇത് യഥാർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അമേരിക്ക ലോകമെമ്പാടുമുള്ള എണ്ണയുടെ കുത്തക ഏറ്റെടുക്കാൻ വേണ്ടി നടത്തുന്ന അധിനിവേശമാണ് യഥാർത്ഥ പ്രശ്നം. അത് മറച്ചു വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. ട്രേഡ് വാറാണ് അല്ലേ? കൃത്യമായി അമേരിക്കയ്ക്ക് ലോക മേധാവിത്വം വേണം. അതിനൊന്നാമതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണ എവിടെയുണ്ടോ അവിടെയാണ് അവരുടെ ഫൈറ്റിംഗ് പോയിന്റ്. അതുകൊണ്ട് എണ്ണയുള്ള ഇടങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അത് വെനിസ്വല അതാണ്, ഇപ്പം ഇറാനും അതാണ്. അതൊന്ന്, അതിനെ ജാതിമത ഭേദത്തിൽ കാണേണ്ട കാര്യമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോളർ. ഒരു വീപ്പ എണ്ണയ്ക്ക് എത്രയാണ് വില? ആ ഡോളറിൻ്റെ വില ഇന്ത്യൻ രൂപയുമായിട്ട് നോക്കുമ്പോൾ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എണ്ണ വില അത് ബാധിക്കുകയാണ്. നമ്മൾ ഇരട്ടിയാഘാതമാണ്. ഒന്ന്, എണ്ണയുടെ ലഭ്യത കുറയുന്നു. 2, മറ്റൊരാഘാതമാണ് ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം. ആ മാറ്റം വരുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി 99 വന്ന മാറ്റമാണ്. അതുവരെ ഒരു സംവിധാനം ഡോളർ രൂപ എന്ന് പറയുന്നതിലെ ഈ വിനിമയ മൂല്യം എല്ലാ ദിവസവും മാറുന്നതിലില്ല. ഇപ്പം എല്ലാ ദിവസവും മാറി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുമോ? ലോകത്ത് കിട്ടും. ഇറാനിൽ നിന്ന് കിട്ടും, ഇല്ല റഷ്യയിൽ നിന്ന് കിട്ടും. വാങ്ങിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല. 47 ആഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യം ഇന്ന് നമുക്കില്ല. ഇതാണ് 3 അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ ഈ രാജ്യം സ്വതന്ത്രമല്ലാതായി തീർന്നു, ഇന്ത്യൻ പൗരന്മാർ സ്വതന്ത്രരല്ലാതായി തീർന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിത ദുരിതം കിടക്കുന്നത്. ആ ദുരിതം എവിടെ പൊട്ടിത്തെറിച്ചു? നമ്മൾ കേരളത്തിലെ മാന്ദ്യം, കേരളത്തിന്റെ ദുരിതങ്ങളാണ് ഈ കേട്ടത്. ഇതൊന്നുമല്ല ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയിലെ മനുഷ്യന്റെ മാന്ദ്യം. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മാന്ദ്യം ഏറ്റവും കുറവുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ പൊട്ടിത്തെറിച്ച മനുഷ്യനല്ലേ? മിനിമം കൂലിയിൽ പോലും കിട്ടാത്തടത്താണ് വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അത് പാറ്റാ വിപ്ലവമായിക്കോട്ടെ, ഉത്തരേന്ത്യയിൽ പാനിപ്പത്തിലൊക്കെ നടന്ന തൊഴിലാളി സമരം ആയിക്കോട്ടെ. നിങ്ങൾക്ക് ജാതിയും മതവും പറഞ്ഞ് ലവ് ജിഹാദും പശുവിൻ്റെ കാര്യവും പറഞ്ഞ് അധികകാലം നാട്ടുകാരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. പൊട്ടിത്തെറിക്കുക. ഞാൻ അടൂരിൽ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കോക്രോച്ച് വിപ്ലവം പോലും ഇതുകൊണ്ട് വന്നു എന്നാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം എനിക്ക് 4 തവണ കൂടുന്നു എന്നുള്ളതല്ല പ്രശ്നം, സാധാരണക്കാരൻ്റെ ജീവിതം അല്ലാത്ത അവസ്ഥയിലാവും. എന്താണ് ഉല്ലാസ് ബാബുവിൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? അതായത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തിൽ ബോധ്യപ്പെടുത്തുന്ന കാര്യം, സമൂഹത്തിന് ബോധ്യം വരുന്ന കാര്യം പറയാന്നുള്ളതാണ്. ബഹുമാനായിട്ടുള്ള ശ്രീ അനിലേട്ടൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നും കോക്രോച്ചിൻ്റെയും ലവ് ജിഹാദിൻ്റെയും അതിൻ്റെയൊക്കെ പുറകെ പോകാൻ. ഭാരതത്തിൽ എന്ത് നടക്കുന്നു ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യം. SKN ഒരു പരിണിതപ്പെട്ടനായിട്ടുള്ള ജേർണലിസ്റ്റാണ്. ജയപ്രകാശ് സാർ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്യാരറ്റിൻ്റെ ഇന്നത്തെ വില, സബോളേൻ്റെ ഇന്നലത്തെ വില, ഹോർമിസ് കടലിടക്കിനുള്ളിൽ കൂടെ അല്ല പശുവിൻ്റെ അകടും വരുന്നത്. എന്നിട്ട് 4 ഉറുപ്പിയെന്ന് നമ്മൾ സഹിക്കുകയാണ്, കൂടുകയാണ്. അപ്പോൾ ഈ പ്രയാസമല്ല. 2, കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധി വന്ന സമയത്തെ പരിഹരിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് 5 ഉറുപ്പിക്ക് കിട്ടുന്ന മാസ്ക് 65 ഉറുപ്പിക്ക് മേടിച്ച ചരിത്രം ഉണ്ടല്ലോ. SKN ഞാൻ ഇതൊക്കെ അറിയുന്ന ആളുകളല്ലേ.
ഗ്ലൗസിന് 3 ഇരട്ടി വിലക്ക് മേടിച്ച ചരിത്രമുണ്ടല്ലോ. അതിനെന്താണ് മന്ത്രി പറഞ്ഞത് ആ സമയത്ത്? അന്നത്തെ മന്ത്രി പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വരുന്നു, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് വരുന്നു, ഹമാസിന്റെ ഇഷ്യൂസ് വരുന്നു. ഈ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് കോവിഡിന്റെ വലിയ ഇഷ്യൂസ് വരുന്നു. ഇതിനെ പിടിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 3128 ഞാനും ജയപ്രകാശ് സാറും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റേറ്റ്, സംശയമില്ല. ഞാൻ ഒരു കാര്യം പറയാം, കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഫോസിൽ ഓയിലിന്റെ കാര്യത്തിൽ ഇത്രയും സംവിധാനം വരുമ്പോൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്നതിന് അമേരിക്ക തടയുമ്പോൾ, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന അവർ തടയുമ്പോൾ അതിൽ വെസലിന്റെ പ്രശ്നമുണ്ട്, അതിനകത്ത് വലിയ ഇൻഷുറൻസ് കമ്പനിയുടെ തർക്കമുണ്ട്. അതൊക്കെ എസ്കെന് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ വിഷയം വരുന്ന സമയത്ത് ഇതിന്റെ ഇക്കണോമിക് സിസ്റ്റം നമ്മൾ പഠിക്കണം, ഹെൽത്ത് പഠിക്കണം, എൻവയോൺമെന്റൽ പഠിക്കണം, ഉഷ്ണതാപം പഠിക്കണം, ഓസോൺ പാളികയുടെ പ്രശ്നം പഠിക്കാണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്ത് ഇതിന്റെ വില കൂടുന്നതിന് കുറെ ഘടകങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഹോർമൂസ് കടലിടുക്കൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ നികുതി കുറയ്ക്കുക, സബ്സിഡി കൊടുക്കുക, ഇതൊക്കെ മാത്രമേ സർക്കാരിന് ചെയ്യാൻ പറ്റൂ. പക്ഷേ എത്ര കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇതിന് ഇന്ധനവില കൂടുതലാണ്. കാര്യം കിബിയുടെ ടാക്സ് വരെ ഇതിനകത്തുണ്ട്. നിലവിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഇത്തരം വിഷയങ്ങൾ, യുദ്ധമടക്കമുള്ള കാര്യങ്ങൾ, അത്തരം സന്ദർഭങ്ങളിൽ ഗവൺമെന്റിന് മുണ്ട് മുറുക്കി എടുക്കേണ്ടി വരും. അക്കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. ഇന്നും ഇന്നലെ അല്ലല്ലോ ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഈ പ്രായോഗികതയും ഈ ചർച്ചകളും ഒന്നും മുൻപ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലയളവിൽ 33 രൂപയുള്ളായിരുന്നു. പെട്രോള് പമ്പ് നടത്തുന്ന ആളുകളാ വലതു വെച്ചിരിക്കുന്നത്, ഇല്ലേ? 2004 to 2014 ഇവര് പറയട്ടെ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് എത്ര ഉണ്ടായിരുന്നു വില? അപ്പോൾ ഇവിടെ എത്രയായിരുന്നു 1 ലിറ്റർ പെട്രോളിന് വില? 33 രൂപ, 60 രൂപ ക്രമത്തിലാണ്. ക്രൂഡിന് 60, പെട്രോളിന് 30. ഓരോ ഘട്ടമെടുത്ത് നമ്മൾ നോക്കിയാൽ അന്ന് നടത്തിയിട്ടുള്ള സമരങ്ങൾ, അന്ന് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതിനുവേണ്ടി കാണിച്ചിട്ടുള്ള ഓരോ പ്രകടനങ്ങളും അന്ന് ഈ സമരം നടത്തിയവർ പ്രായോഗികതയ്ക്ക് വേണ്ടി വാദിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കാണേണ്ടത്, ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു റിഫൈനറിയിൽ പ്രോസസ്സ് ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ, പ്രത്യേകിച്ച് പെട്രോൾ എത്തുമ്പോൾ ഏതാണ്ട് 55 രൂപയ്ക്ക് അടുപ്പിച്ച് ചിലവ് വരും. 55-ൽ താഴെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്ലസ് അവരുടെ കമ്മീഷൻ, പമ്പുകാരുടെ, ഡീലർമാരുടെ കമ്മീഷൻ 3 രൂപ മുതൽ 5 രൂപ വരെ വരുന്നുണ്ട്. ഇപ്പോൾ പല കമ്പനികളും പല വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് ടാക്സ്, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ്, ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കേരള ഗവൺമെൻറ്റിനും ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനും ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചതാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി 11 തവണ ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് 50 പൈസ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ നാളെ 1 രൂപ കൂടുകയാണ്. നാളെ 1 രൂപ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ മറ്റന്നാൾ 2 രൂപ കൂടുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു ഇമ്പാക്ട് സ്റ്റഡി നടത്തി മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയൂ. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായ ഇടപെടൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ റോളുണ്ട്. അതിൻ്റെ അകത്ത് നികുതി കുറച്ചാണെങ്കിൽ നികുതി കുറച്ച് തന്നെ ആളുകളെ സഹായിക്കാൻ തയ്യാറാകണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളെയും നമ്മുടെ ജീവിത അവസ്ഥയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പരിഹരിക്കാനുള്ള ഇടപെടൽ. അപ്പോൾ അങ്ങേക്ക് ശരിക്കും ഈ പമ്പുകാർക്ക് ഇതിനകത്ത് എന്താ റോളുള്ളത്? പെട്രോൾ പമ്പുകളിൽ വില ഓരോ ദിവസവും രാവിലെ ഞങ്ങളുടെ മൊബൈലിൽ വരും. യുവർ റീറ്റെയിലിംഗ് സെല്ലിംഗ് പ്രൈസ് ഈസ് ദിസ് മച്ച്. അതാരായിരിക്കുന്നത്? അത് കമ്പനികൾ നേരിട്ട് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല. എന്ത് കമ്പനി പറയുന്നോ ഓരോ സ്ഥലത്തും, ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവിടേക്കാൾ 2 രൂപ വില കൂടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടുന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കൊണ്ടാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ഇരുമനത്തു നിന്ന് വണ്ടി ഓടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കാരണമാണ് ഈ 2 രൂപ അധികം വരുന്നത്. അപ്പൊ ഇതിനകത്ത് പെട്രോൾ പമ്പുകാർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഈ വില ഇങ്ങനെ അടിക്കടി കൂടുമ്പോ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെന്നല്ലേ അങ്ങനെ ഒരു അഭിപ്രായം? കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്. 116 രൂപ 1 ലിറ്റർ പെട്രോളിന് ഇന്ന് വിൽക്കുമ്പോൾ നയാറ പമ്പിൽ 119 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ടോ? നയര പമ്പ് ഇപ്പൊ നമ്മുടെ പൊതുമേഖലാ ഓയിൽ കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL, BPCL, ഈ 3 ഓയിൽ കമ്പനികളെ അപേക്ഷിച്ച് നയര കമ്പനി 5 രൂപയും റിലയൻസ് ജിയോ 3 രൂപയും കൂട്ടിയാണ് വിൽക്കുന്നത്. അല്ല, അതെങ്ങനെ അവർക്ക് മാത്രം ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അതായത് ഇപ്പോഴത്തെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ പെട്രോൾ വിൽക്കാതിരുന്നാൽ കമ്പനിക്ക് ലാഭമോ?
അങ്ങനെ അവസ്ഥ ലാഭം. അപ്പം ഈ അതിന്റെ എക്കണോമിക്സ് എന്താണ്? അതിൻ്റെ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിനുണ്ടായിരിക്കുന്ന വില വർധനയ്ക്കനുസരിച്ചിട്ട് ഇതിൻ്റെ പർച്ചേസിങ് വില, മാനുഫാക്ചറിങ് കോസ്റ്റ് ഭയങ്കരമായി കൂടി. അടുത്ത കാലത്ത് നമ്മൾ 2 വർഷവും പറഞ്ഞിട്ടുണ്ട്, അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ടാക്സ് 10 രൂപ കൊണ്ട് കുറച്ചു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപ കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇദ്ദേഹം പറഞ്ഞ മറുപക്ഷം പറയുമ്പോൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അധികാരത്തിൻ്റെ സമയത്ത് ക്രൂഡിന് വില $130. ആ സമയത്ത് ഒരു വർഷം 1,26,000 കോടി രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആ ഗവൺമെൻറ് വിലയെ നിയന്ത്രിച്ചത്. ഇപ്പോഴത്തെ അല്ലാതെ ഈ പുതിയ കാലത്ത് ബുദ്ധിപരമാണോ അങ്ങനെ ഒരുപാട് സബ്സിഡി കൊടുത്ത് വില നിയന്ത്രിക്കുന്നത്? ഇപ്പൊ നാട്ടുകാർക്ക് നാളെ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാല് നിലവിലുണ്ടായിരുന്ന വിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ടാക്സിൽ വർധന കുറവ് വരുത്തിയില്ലായിരുന്നെങ്കിൽ ഡീസലിന്റെ വില 125 രൂപയിലെത്തിയേനെ. ഇപ്പോഴും ഒരു കാര്യമാണ് മറക്കണം, KSRTC അടക്കമുള്ള ബൾക്ക് കൺസ്യൂമേഴ്സിന് നേരത്തെ സ്വകാര്യ മാർക്കറ്റിൽ മിസ്റ്റർ SKN ഞാനും ഒക്കെ അടിച്ചിരുന്ന ഡീസലിനേക്കാളും 15 രൂപ വില കുറച്ചാണ് അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു. ഇന്ന് അവർക്ക് കൊടുക്കുന്ന ഡീസലിന്റെ വില 125 രൂപയ്ക്ക് മുകളിലാണ്. ബൾക്ക് കൺസ്യൂമറിന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ എന്ന് പറയും, അവർക്ക് കൂടുതലാണ്. അപ്പം ഇതിനകത്ത് ഇനിയും അങ്ങനെ ഒരു പ്രഡിക്ഷനില് ഇനിയും വില കൂടി പോകാനായിരിക്കും സാധ്യത. ഇപ്പം ഇന്നലത്തെ ക്രൂഡിന്റെ വില ഇന്നലെ നമ്മൾ തുടങ്ങുമ്പോൾ $91 ആയിരുന്നു. ഇപ്പം ഞാൻ നോക്കുകയായിരുന്നു, വീണ്ടും കൂടി. രാവിലെ ട്രംപ് എന്തെങ്കിലും പറയും, അപ്പൊ 3 രൂപ എന്തെങ്കിലും കൂടും. വൈകുന്നേരം അദ്ദേഹം പറയും സീസ് ഫയർ എന്ന് പറയുമ്പോൾ $5 കുറയും. ഇത് മാത്രമല്ല, അദ്ദേഹം ഉല്ലാസ് ബാബു പറഞ്ഞ മാതിരി ഈ ഒരു മനുഷ്യന്റെ വായ്ത്താരി ലോക വില നിലവാരം മാറുന്ന ഒരു പുതിയ പ്രതിഭാസമായി പോകും. അതെ. ഇതുകൊണ്ട് ഇത് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ആർക്കും ഒരു നിശ്ചയം. ഞങ്ങൾ കൊടുക്കേണ്ടി വരുമോ? എന്തോ മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, പക്ഷെ ഇവിടുത്തെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഈ പെട്രോൾ പമ്പുകൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഇത്രേ വിൽക്കാൻ പാടുള്ളൂ. ആൾക്കാർക്ക് അങ്ങനെ നിയന്ത്രണമുണ്ട്. അതായത് വിതരണം ചെയ്യുന്നത് എങ്ങനെയൊക്കെ 1 ലിറ്റർ കുറച്ച് വിൽക്കാൻ പറ്റുമോ അത് കുറയ്ക്കണം. മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ഓൾ ടൈം ഹൈ എത്രയായിരുന്നോ അതിനേക്കാളും നിശ്ചിത ശതമാനത്തിലപ്പുറത്ത് കൂടാൻ പാടില്ല. അപ്പൊ സക്കീർ ഹുസൈൻ, നമ്മൾ സാധാരണ ജനങ്ങളുടെ കാര്യം സംസാരിക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ അവരുടെ കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത് സംസ്ഥാനത്തിന് അധികമായി ലഭിക്കുന്ന നികുതി വരുമാനം പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നുണ്ടാകും. അപ്പൊ 450 കോടി രൂപ സംസ്ഥാനത്തിന് അധികമായിട്ട് ലഭിക്കുകയാണ്. അപ്പൊ ഇപ്പോ കോൺഗ്രസ് വക്താവ് പറഞ്ഞത് ഓരോ സന്ദർഭത്തിലും മാറണോണ്ട് അത് സ്റ്റഡി ചെയ്തിട്ട് എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ്. അപ്പോ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ സംഗതിയിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം പുറകോട്ട് പോവുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോ നേരെ പൊസിഷൻ മാറി. BJP ആണെങ്കിൽ 50 രൂപക്ക് തരാന്ന് പറഞ്ഞിരുന്നു, അവരും പുറകോട്ട് പോയി. അപ്പൊ പെട്രോൾ, ഓട്ടോറിക്ഷ, കാറ്, ടാക്സി തുടങ്ങിയ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ഇപ്പൊ നേരത്തെ ബസ് പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റോറന്റുകാർക്ക് കൂട്ടാം, ബസ്സിനും ഓട്ടോയ്ക്കും കൂട്ടാൻ പറ്റുന്നില്ല, കഴിയില്ല, ടാക്സിക്കും കൂട്ടാൻ കഴിയില്ല. അത് സംസ്ഥാനത്ത് കൂട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെക്കാതെ കഴിയില്ല. സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ തീർച്ചയായും ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ ഭാഗമായി അനുഭവിക്കുന്നത് വലിയ പ്രയാസം. കാരണം ബസ്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും താഴെ തലത്തിലുള്ള സാധാരണ അന്നന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു വരുമാനത്തിന്റെ സാധ്യതയിലാണ് ഓട്ടോ ടാക്സി രംഗത്ത് തൊഴിലാളികൾ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ വിലവർദ്ധനവ് വലിയ തോതിലുള്ള ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് പരിഹാരമുണ്ടാക്കാൻ അടിയന്തരമായി ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കാതെ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വരുമാനത്തിൽ നിന്ന് സബ്സിഡിയായി ഓട്ടോ ടാക്സി രംഗത്ത് സബ്സിഡി, ഇവർക്ക് സബ്സിഡി ആയിട്ട് പെട്രോളും ഡീസലും കൊടുക്കണം, സബ്സിഡി ആയിട്ട് കൊടുക്കാൻ തയ്യാറാകണം. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന്റെ സിസ്റ്റത്തിലായിരുന്നു ഇന്ത്യയിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങളെ എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പോ സംസ്ഥാനത്ത് ഈ പെട്രോൾ ഡീസൽ വില വർധനവിന് സംസ്ഥാന ഗവൺമെന്റിന് അധികമായി ലഭിക്കുന്ന തുക വെച്ചിട്ട് സബ്സിഡി നിരക്കിൽ ഓട്ടോ ടാക്സി രംഗത്ത് തീർച്ചയായിട്ടും അത് കൊടുത്താൽ മാത്രമാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്, യാത്രാ മാധ്യമം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന മാർഗമാണ് ഈ സർവീസ് നിലനിൽക്കണ്ടേ. ഇത് സാധാരണക്കാരുടെ അല്ലേ. മറ്റുള്ള മറ്റേ പ്രൈവറ്റ് വാഹനം പോലെ അവർക്ക് പലപ്പോഴും ഡീസലിനും പെട്രോളിനും വില കൂടില്ല.
അത് ബൈക്കുകാരെ എപ്പോഴും 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിക്കും. അവനെന്നും 200 അവനെ കുറയുന്ന കാര്യം പോലും അവന്റെ മനസ്സിൽ വരുന്നില്ല. അല്ലെങ്കിൽ കാറുകാരാണെങ്കിൽ 500, 1000, 2000 അടിക്കും. അവനറിയുന്നില്ല, അവന് അപ്പോഴും ആ തന്നെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മേഖലയിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു ബസ്സിന് ഇപ്പൊ തന്നെ വർധനവ് 10 റുപ്യ വന്നു കഴിഞ്ഞാൽ 1000 റുപ്യ ഒരു ദിവസത്തിന് മാറ്റം വന്നു. 1000 രൂപ എന്ന് പറഞ്ഞപ്പോ അത് എങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇബ്രാഹിംകുട്ടി, താങ്കളുടെ ഒരു നിരീക്ഷണ കാര്യത്തിൽ എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റും പെട്രോളിയം കമ്പനികളും കൂടി കൊള്ളയടിക്കുകയാണ്. ഈ നമ്മുടെ രാജ്യത്തെ 3 പ്രധാനപ്പെട്ട ഇതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു നിയന്ത്രണം നടത്താൻ പറ്റുമോ? ഈ ഓയിൽ കമ്പനികൾക്ക് സ്വന്തമായിട്ട് വില വർദ്ധിപ്പിക്കാൻ പറ്റുന്നു, വില തീരുമാനിക്കാൻ പറ്റുന്നു. അത് ചുമ്മാ ഓയിൽ കമ്പനികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓയിൽ കമ്പനി ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് ഓയിൽ കമ്പനികൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നത്തെ വില അനുസരിച്ച്, ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പെട്രോളിന് 60 രൂപയ്ക്കും ഡീസലിന് 62 രൂപയ്ക്കും ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് തന്നെ എത്ര 114, 112 രൂപ. ബാക്കിയുള്ള പൈസ എങ്ങനെ പോകണം? കേന്ദ്ര ഗവൺമെന്റ് ടാക്സും സംസ്ഥാന ഗവൺമെന്റ് ടാക്സും ആയിട്ട് പോകണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെട്രോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനി എന്ന് പറഞ്ഞാൽ IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാ. അവരുടെ ഒരു വർഷത്തെ ലാഭം എത്രയാണെന്നറിയോ? 36,000 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ലാഭം 36,000 കോടി രൂപ. അത് കഴിഞ്ഞാൽ അടുത്ത പെട്രോളിയം കമ്പനി BPCL 23,000 കോടി രൂപയാണ് ലാഭം. അത് കഴിഞ്ഞാൽ HPCL 17,000 കോടി രൂപ ലാഭം. ഒന്നും കണക്കൂട്ടിക്കുക. അതുകൂടാതെ അദാനിയുടെയും അംബാനിയുടെയും നായരുടെയൊക്കെ പെട്രോൾ കമ്പനികൾ വേറെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനേക്കാണ് കോടികൾ ലാഭം കൊയ്യാണ്. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നടപടിയായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ശരിക്കും പെട്രോളിയം കമ്പനികൾക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പെട്രോളിയം കമ്പനി വില പിടിച്ചു നിർത്തും, സംശയമൊന്നുമില്ല. പൂർണ്ണമായ അധികാരം കൊടുക്കണം പെട്രോളിയം കമ്പനികൾക്ക്. ഇന്ന് പെട്രോളിയം കമ്പനികൾക്ക് അധികാരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് അധികാരം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ്. ഇത്രയധികം 36,000 കോടിയൊക്കെ ലാഭം ഉണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് ശരിക്കും അത് അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊള്ളയാണെന്ന് പറയേണ്ടി വരും. ലാഭം ഉണ്ടാക്കാനാണ് ഓയിൽ കമ്പനികൾ ഇരിക്കുന്നത്, അത് സംശയമൊന്നുമില്ല. അത് ആ ലാഭം ഗവൺമെന്റിലേക്കുമാണ് പോകുന്നത്. ഗവൺമെന്റിന്റെ ബാക്കി പ്രോജക്റ്റും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നത് ഇതുപോലുള്ള കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം കൊണ്ടാണ് നടക്കുന്നത്. CSR-നെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? CSR മാത്രമല്ലോ, പ്രോഫിറ്റും അതിന്റെ മുഴുവൻ അതിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. ഗവൺമെന്റ് കമ്പനീസ് അല്ല, അതൊക്കെ ഏത് കമ്പനി ലാഭം ഉണ്ടാക്കിയാലും ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് അതിലേക്ക് ഞാൻ കടക്കുന്നതിന് പകരം യുദ്ധം എവിടെയായാലും ജനങ്ങൾ സഫർ ചെയ്യും. ഈ കഴിഞ്ഞ ഈ യുദ്ധത്തിന് മുമ്പ് വരെ ഞങ്ങൾ ഇഷ്ടം പോലെ LPG എല്ലാവർക്കും കൊടുത്തിരുന്നു. ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഞങ്ങൾ ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സ് കൊടുത്തിരുന്നു, 5 kg സിലിണ്ടേഴ്സ് കൊടുത്തിരുന്നു, കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സ് ഇഷ്ടം പോലെ നമ്മുടെ സുഹൃത്ത് ജയപാലിനൊക്കെ സുഖമായിട്ട് കൊടുത്തിരുന്നു. അവരെ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായില്ല. യുദ്ധം വന്നപ്പോൾ നാച്ചുറലായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു, ഗവൺമെന്റ് പറഞ്ഞു, ഗവൺമെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആസ്പെക്ട്സും ബാക്കി പ്രൊക്യൂർമെന്റ് ഇഷ്യൂസ് ഉണ്ട്, ഷിപ്പിംഗ് കോസ്റ്റ് കൂടി, ഷിപ്പിങ്ങിന്റെ ഇൻഷുറൻസ് കോസ്റ്റ് കൂടി, ഇതിൻ്റെ ഓൾ ഓവർ ദ വേൾഡ് വലിയൊരു ഡിറ്ററൻ്റായിട്ട് മാറി. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൊക്യൂർമെൻ്റ് ആ ഡിറ്ററൻ്റായിട്ട് വരണം, എന്നാലേ ഇതിൻ്റെ യൂസ് കുറയുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഉള്ള കരുതൽ നഷ്ടപ്പെട്ടു പോരെ. ഇത് ഒരു സുപ്രഭാതത്തിൽ കൊമേഴ്ഷ്യൽ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളോട് കമ്പനികൾ പറയുന്നതാണ്, ഞങ്ങൾ സംസാരിക്കുന്നതാണ്. കാരണം ഞങ്ങളൊക്കെ ഹൈ സെല്ലിംഗ് കൊമേഴ്ഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു 60%, 70% ഞങ്ങൾക്ക് തരുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ചോദിക്കാൻ ഞങ്ങൾക്കും പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം ഗവൺമെൻറ് കമ്പനി പറയുന്നത് നാളെ ഇതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ വന്നാൽ എങ്ങനെയാണ്? അപ്പോൾ ഈ പറയുന്ന വീട്ടമ്മമാരെല്ലാം ഇടയും. അവർക്ക് ഇടഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരു സാമ്പത്തിക വിദഗ്ധനാണല്ലോ മിസ്റ്റർ അജിത് കുമാർ. അത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചിലപ്പോൾ ഒരു പാചകവാതകത്തിന്റെ വില 1000-ലേക്ക് അടുത്താലും അത്ഭുതമില്ല. അപ്പം കാര്യം മുട്ടി നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് മേഖലയിലേക്കും ഇത് ബാധിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സ്വാധീനം ഒരു മേഖലയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. വണ്ടി കയറിയാൽ പ്രശ്നം, കടയിൽ കയറിയ പ്രശ്നം, മീൻ പിടിക്കാൻ പോയ പ്രശ്നം, എല്ലായിടും. പിന്നെ സാധനങ്ങൾ മറ്റു നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഗതാഗതത്തിനുണ്ടാകുന്ന ചിലവ് എല്ലാം കൊണ്ടും അത് എനിക്കൊന്ന് ഇത് എങ്ങനെയാണ് നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ കുറിച്ച് കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മുടെ ഈ കൺസ്യൂമറിസം കൊണ്ടായിരിക്കാം. അങ്ങയുടെ ഒരു സാമ്പത്തിക നിരീക്ഷകൻ എന്നുള്ളതല്ലേ അങ്ങ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ അടുത്തിടെ എങ്ങാണ് ഒരു ഇമ്പ്രൂവ്മെന്റ് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നമ്മൾ ശരിക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയോടെ നമ്മളൊരു ഭയങ്കര റെക്കോർഡ് എത്തി. ധനകാര്യമന്ത്രി പറയുകയും ചെയ്തു. ഏകദേശം 37 കോടി ജനങ്ങൾക്ക് ഇപ്പൊ ഗ്യാസ് എത്തിയിട്ടുണ്ട്. അതോടെ നമ്മളിപ്പോൾ ഗ്യാസ് കൺസംഷൻ കൂടിയിട്ടുണ്ട്. ഒന്ന്, അതിൽ അങ്ങനെ കൂടുന്ന സമയത്ത്
പ്രാദേശികമായി അല്ലെങ്കിൽ അന്തർദേശീയമായി രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായി കൂടുതൽ ഉൽപ്പാദനത്തിനുള്ള ശ്രമം നമ്മൾ നടത്തിയില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ LPGയുടെ 60% മീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ്. പക്ഷേ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇറക്കുമതി തുടങ്ങി. ഒരു കാലത്ത് നമ്മൾ LPG ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ LPG ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇറക്കുമതി ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്ത് പറ്റി? നമ്മുടെ ഹോർമോസ് പ്രശ്നം വന്നപ്പം നമ്മുടെ ഇറക്കുമതി ശരിക്കും പകുതിയായിട്ട് കുറഞ്ഞു. അതാണ് ഗ്യാസ് ഷോർട്ടേജിന് പ്രധാനപ്പെട്ട കാരണം. ഫെബ്രുവരിയിൽ നമുക്ക് ഈ ഹോർമോസ് ഇഷ്യൂ തുടങ്ങിയപ്പം നമ്മുടെ ഗ്യാസ് LPG സിലിണ്ടർ LPGയുടെ കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ കുടുങ്ങി കിടക്കുന്നത് അവിടെ. ഗ്യാസ് പോയി. അതാണ് പിന്നെ നമ്മുടെ ഗ്യാസ് പോയി. ശരിക്കും 50% കുറഞ്ഞു. അതിനനുസരിച്ചിട്ട് നമ്മൾ ഉൽപ്പാദനം കൂടെ കൂട്ടിയിട്ടില്ല. കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. അതാണ് ആദ്യത്തത്. രണ്ടാമത്തെ കാര്യം ശ്രീ SK, നമ്മുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ആണ്. 88% നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ശരിയാണ്. ഒരു ഭാഗത്ത് ഈ നാം ഇറക്കുമതി ചെയ്യുന്നത് ആരിൽ നിന്ന്? നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും ഉക്രൈൻ റഷ്യൻ വാർ ഏറ്റവും ബെനിഫിറ്റ് ചെയ്തൊരു രാജ്യം ഇന്ത്യയായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരായിട്ട് നല്ല അടുപ്പത്തിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തത് റഷ്യൻ ഓയിലാണ്. അവിടെയാണ് നമ്മുടെ ട്രംപ് വന്നിട്ട് ഒരു ഇടഞ്ഞിട്ടത്. അത് ശ്രീ അനിൽ സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഐ ഗിവ് ഇന്ത്യ പെർമിഷൻ ടു ഇമ്പോർട്ട് റഷ്യൻ ഓയിൽ ഫോർ 1 month എന്നാണ് ആദ്യം പറഞ്ഞു. പിന്നെ ഈയിടെയായിട്ടോ ഞാൻ ഇന്ത്യക്ക് 3 മാസത്തെ പെർമിഷൻ തന്നിരിക്കുന്നു. ഇതിന് ഒരു റിയാക്ഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്തെങ്കിലും റിയാക്ഷൻ വേണ്ടേ? ഒരു റിയാക്ഷനും ഇല്ല. തീർച്ചയായിട്ടും 30% നമ്മുടെ ട്രേഡ് US ആയിട്ടാണ്. ഇന്ത്യ ചൊറിയുന്നുണ്ടെങ്കിൽ അല്ല, ചൊറിയുന്നതിൽ അയക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ട്. അതാണ് അവിടേക്കാണ് നമ്മുടെ പോളിസിയിൽ ഒരു മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. 156 രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് കുറെ രാജ്യങ്ങൾ കൂടിയല്ലോ. 40 രാജ്യങ്ങളോട് ഇന്ധനം ഇറക്കുമതി ചെയ്യാൻ ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ നിന്നുള്ള കിട്ടുന്ന ഓയിലിന്റെ ക്വാണ്ടിറ്റി അത് നമ്മൾ 40 രാജ്യങ്ങളായിട്ട് കേട്ടു. അവിടുന്ന് എത്ര ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ക്വാണ്ടിറ്റി ഇതുവരെ ആരെങ്കിലും റിവീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബ്രണ്ടൻ ഓയിലൊക്കെയാണ്. ഇത് വേറൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ സമയത്ത് നമ്മുടെ അതിന് ധനകാര്യമന്ത്രി പറഞ്ഞു നമ്മുടെ റവന്യൂ കമ്മി, അതായത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽസ്, അതായത് ഞാൻ ധനക്കമ്മിയല്ല പറഞ്ഞത്, അത് 1.5% കുറയ്ക്കുന്നു പറഞ്ഞു. ഈ 1.5% കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നികുതിയും അതുപോലെയുള്ളതാണ്. പക്ഷെ നികുതിയിൽ നിന്ന് നമ്മൾ മാറി ഇനി നമ്മൾ നികുതിയേതര വരുമാനത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ്. ഇന്ത്യക്ക് കഴിഞ്ഞ വർഷം 25-26 1.27 ലക്ഷം കോടിയാണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്ന് ഏറ്റവും വലിയൊരു പെർസെൻറ്റേജ് നേരി 40% ഈ ഓയിൽ കമ്പനികളിൽ നിന്നാണ്. സാർ പറഞ്ഞല്ലോ 36,000 കോടി എന്നുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിലെ ഏറ്റവും വലിയൊരു ശതമാനം പോകുന്ന എല്ലാ ഓയിൽ കമ്പനികളും ഏകദേശം 90% ഷെയറും ഹോൾഡ് ചെയ്യുന്ന ആരാ? സർക്കാരാണ്. അപ്പം ഈ 36,000 കോടിയിൽ 90% പോകുന്നത് സർക്കാരിലേക്കാണ്. അപ്പൊ സർക്കാരിനും ഇവര് നഷ്ടം എന്തൊരു വിഷമായിരുന്നു. ഓയിൽ കമ്പനികൾ നഷ്ടത്തിൽ പോകുന്നു. എന്താ ഈ നഷ്ടം സാർ? അത് ആലോചിച്ചിട്ടുണ്ടോ സാർ? നഷ്ടം എന്താണെന്നറിയോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസിനോട് എനിക്ക് കൃത്യമായിട്ട് പറയുന്നത്, നാം പ്രതീക്ഷിക്കുന്ന ലാഭവും കിട്ടുന്ന ലാഭവും തമ്മിൽ വ്യത്യാസം, അതാണ് നഷ്ടം. അതാണ് നഷ്ടം. ഓക്കെ. അപ്പോൾ അനിൽകുമാർ, യഥാർത്ഥത്തിൽ ഇപ്പം ഇതിനകത്തൊരു ഇടപെടൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ജനജീവിതം ശ്വാസം മുട്ടും എന്നുള്ള സംശയമില്ല. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എത്രമാത്രം ഗുണകരമാവും താങ്കളുടെ അഭിപ്രായത്തിൽ? എന്താണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്? ആരാണ് ഇരയായി തീരുന്നത്? ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റത്തിൽ ഇന്ത്യയാകെ ഇരയായി തീരുന്നില്ല, ഇവിടുത്തെ സാധാരണക്കാരെ ഇരയായി തീരുന്നുള്ളൂ. 233 ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവരുടെ വരുമാനം സമ്പത്ത് 1 ലക്ഷം കോടി കടന്നു. ഇപ്പോ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വളരുകയും ഓട്ടോറിക്ഷ തൊഴിലാളി, നമ്മുടെ റെസ്റ്റോറൻറ്റുകാര്, സാധാരണക്കാര് അവരുടെ ജീവിതം തകരുകയുമാണ്.
അപ്പം ആഗോളതലത്തിലുണ്ടായ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയുടെ ഭാരം പാവപ്പെട്ടവന്റെ തലയിലാണ്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ എത്ര വില കൂടിയാലും എത്ര വില കുറഞ്ഞാലും എല്ലാ ദിവസവും ഈ പെട്രോൾ ഡീസൽ വിലക്കയറ്റം നമ്മളെ ബാധിക്കില്ല. കാരണം എന്താണ്? വാഹനങ്ങളുടെ ഷോക്ക് അബ്സോർബർ പോലൊരു സിസ്റ്റമായിരുന്നു. ഇപ്പൊ ചായക്ക് 12-15 നാളെ ഈ പറയുന്ന എണ്ണ വില കുറഞ്ഞാൽ ചായയുടെ വില 12 ആവുമോ അല്ല 10 ആവുമോ? അപ്പൊ അതെന്താ? അതുണ്ടാകാതിരിക്കാനാണ് ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു സിസ്റ്റം 40-45 കൊല്ലം ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ് ആദ്യം BJP പൊളിച്ചു. 2002 വാജ്പേയി സർക്കാർ, പിന്നെ മൻമോഹൻ സിംഗ് പൊളിച്ചു. ഈ കോൺഗ്രസും BJPയും കൂടി എണ്ണ വിലക്കാര്യത്തിൽ, ഡീസൽ വിലക്കാര്യത്തിൽ, പിന്നെ നമ്മുടെ വിമാനങ്ങളുടെ ഓയിലിന്റെ കാര്യത്തിൽ ഈ സിസ്റ്റത്തെ എടുത്തു കളഞ്ഞു. ഈ സിസ്റ്റത്തെ എടുത്തു കളഞ്ഞോടുകൂടി എല്ലാ ദിവസവും വില കൂടും കുറയും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂട്ടാനും കുറയ്ക്കാനുള്ള മെക്കാനിസം മോദിയുടെ തെരഞ്ഞെടുപ്പ് ഇടവേളയാണ്. അതായത് ഇസ്രയേലിൽ പ്രൈം മിനിസ്റ്റർ ഇറങ്ങിക്കൊണ്ടാണ് യുദ്ധം വന്നത്. അതൊരു വലിയ ആരോപണോ കുറച്ചു കാലമായിട്ട് കേൾക്കുന്നു. അങ്ങനെയുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരിക്കാത്തത്. ബഹുമാനായിട്ടുള്ള അനിലേട്ടൻ പറഞ്ഞു സമ്പന്നർ കൂടുന്നുണ്ട്, ED ഒന്ന് ഇറങ്ങേണ്ടി വരും. പണിയെടുക്കാത്ത സേവനത്തിന് ചില സ്ഥലത്ത് സമ്പന്നത കൂടുന്നതായിട്ട്. രണ്ടാമത്തെ കാര്യം അല്ല ഞാൻ പറയാം, അല്ലല്ല അങ്ങയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിഴുങ്ങിയവര് വീട്ടമ്മമാര് കണ്ടോണ്ടിരിക്കുക. 18,000 കോടി രൂപയുടെ രാഷ്ട്രീയം പറഞ്ഞ് അല്ലല്ല രണ്ട് ഇലക്ട്രൽ ബോണ്ട് DMK 50 കോടി രൂപ ചേർത്താൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. രണ്ട്, മൻമോഹൻ സിംഗ് അടക്കമുള്ള സ്ഥലത്ത് ഈ പെട്രോൾ ഡീസലിന്റെ വിഷയം പറഞ്ഞ സമയത്ത് ഓയിൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒന്നാം UPA ഇതേ ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ മൻമോഹൻ സിംഗിനോട് രണ്ടാം UPA ഉണ്ടായിരുന്ന സമയത്ത് ഇവര് സപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് കാര്യം പറഞ്ഞ് ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. 1,44,000 കോടി രൂപ ഓയിൽ ബോണ്ട് ആയിട്ടാണ് രണ്ടാം UPA സർക്കാർ 2014 ഇറങ്ങുന്നത്. സ്വാഭാവികം, ഒരു രാജ്യം ഭരിക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഈ സർക്കാർ, അതിന് വന്ന ശേഷമുള്ള സർക്കാർ, ഈ കഴിഞ്ഞ മാർച്ച് 26-ാം തീയതിയോടുകൂടി 3,23,000 കോടി രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ കടം വീട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യം, അവിടെ കുറയുമ്പോ ഇവിടെ കൂടുന്നുണ്ട്, അവിടെ കുറയുമ്പോ ഇവിടെ കുറയുന്നില്ല, കുറയാൻ സാധിക്കാതെ വന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നായിരുന്നു 27-ാം തീയതിയാണ് ഇമ്മീഡിയറ്റ്ലി സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് എക്സൈസ് ഡ്യൂട്ടി പെട്ടെന്ന് കുറച്ചത്. അതിവിടെ കുറച്ചില്ല. അങ്ങ് ഓട്ടോറിക്ഷയുടെ വിഷയം പറയുന്ന സമയത്ത് ഇതേ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് കുറച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവർ കുറച്ചില്ല. രണ്ട്, പെട്രോൾ ഡീസൽ മാത്രമല്ല ഓട്ടോ തൊഴിലാളികൾക്ക് പ്രശ്നം അനുവദിക്കുന്നത്, CF-ന്റെ വിഷയത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നം, ഫീസ് കൂട്ടിയിട്ടുണ്ട്. ക്ഷേമനിധി പ്രശ്നത്തിൽ അവരുടെ ഫീസ് കൂടിയിട്ടുണ്ട്. ടയർ റീസോളിംഗിൽ അവരുടെ ഫീസ് കൂട്ടിയിട്ടുണ്ട്. രണ്ട്, ഈ മുച്ചക്ര വാഹനം ഓടിക്കുന്നവരുടെ ഗതികേട് പെട്രോൾ ഡീസലിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല. 10 റുപ്യ കൂടുമ്പോൾ ഒരു 5 ലിറ്റർ അടിക്കുമ്പോൾ 50 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം പറയുമ്പോൾ തന്നെ നടുവൊടിഞ്ഞ്, തണ്ടലൊടിഞ്ഞ്, മുതുകൊടിഞ്ഞ്, ടയറൊടിഞ്ഞ്, ആക്സലൊടിഞ്ഞ്, സ്റ്റീറിംഗ് ഒടിഞ്ഞുന്ന ഓട്ടോ 4.5 വർഷക്കാലം ഈ റോഡ് കൂടെ തണ്ടലൊടിഞ്ഞ് നമ്മൾ പോയി. ഈ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും വന്നപ്പോഴാണ് റോഡ് ടാർ ചെയ്തത്. അതുവരെ അനുഭവിച്ചൊരു യാതനയും വേദനയും നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഒരു സർക്കാർ എടുത്തിട്ടില്ല, ഒരു രാഷ്ട്രീയമല്ല ഇതിനകത്ത്. ഈ ബസ്സുകാരുടെ പ്രശ്നം, ഇന്ധനവിലയുടെ മാത്രമല്ല പ്രശ്നം. ഈ ബസ്സുകാരുടെ പ്രശ്നങ്ങള്, പ്രശ്നം ടൈമിംഗ് ഉണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് ഗ്യാപ്പിലാണ് SKN ഒരു ബാക്കിലും മുന്നിലും വണ്ടി ഓടുന്നത്. ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കേന്ദ്ര സർക്കാർ കണ്ടെത്തുന്നത് പെട്ടെന്ന് കണ്ടെത്തുവോ? ഇല്ല. അതായത് കൺവെൻഷണൽ ഫോസിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കിക്കോന്ന്. ഓൾട്ടർനേറ്റീവിന് ഇവിടെ ആരും എതിരല്ല. എന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് മൂലം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുകളിലേക്ക് വരുന്ന നികുതി ഭാരത്തിൽ നിന്ന് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുകയും ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ കുറക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം, പെട്രോളിനും ഡീസലിനും വില വർധനവിന് ഇടയാകുന്ന രാഷ്ട്രീയമുണ്ട്. അതാണ് ചർച്ച. ആ ചർച്ച രാഷ്ട്രീയമില്ല. കോവിഡ് കാലത്ത് കോർപ്പറേറ്റ് നികുതി 30% കോവിഡ് വന്നപ്പോഴത്തേക്കും കോർപ്പറേറ്റ് നികുതി 22% ആക്കി. തിരിച്ചു കോർപ്പറേറ്റ് നികുതി 30% ആയിക്കോട്ടെ, പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ പറ്റും. സാധിക്കുമോ? LPG കുഴിച്ചെടുത്ത് കിട്ടുന്ന സാധനമല്ല, ഇവിടെ ക്രൂഡ് കിട്ടണം. ക്രൂഡ് ആവശ്യത്തിന് കിട്ടിയാലേ ഇവിടെ ഈ റിഫൈൻമെന്റ് നടത്തി ഈ പറയുന്ന LPG-യും പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ അതൊരു പ്രൊക്യൂർമെന്റിന്റെ ഇഷ്യൂ ആണ്, മേജർ ഇഷ്യൂ. ഇത് സാധനമില്ല. അത് നമ്മുടെ വീട്ടമ്മമാരെയും ജനങ്ങളെയും പറഞ്ഞു മനസ്സിലാക്കണം. അത് കൂടാതെ എന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി പറയണം. നമുക്ക് വരാൻ പോകുന്ന ഈ പറയുന്ന ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു വീട്ടമ്മയോട് ചോദിക്കാം,
ആ വീട്ടമ്മ പറയാനായിട്ടിരിക്കുക. കേന്ദ്രമായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും രണ്ടുപേരും ഇതിന് ശ്രമിച്ചാലേ ഞങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവുള്ളൂ. അല്ലെ, നിങ്ങൾക്ക് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ വിറക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? വിറകിന് വില കൂടി തുടങ്ങി ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ നിങ്ങളിപ്പോ എങ്ങനെയാ നിങ്ങളുടെ ഒരു ശ്വാസം ബുദ്ധിമുട്ടാണ് ഗ്യാസ് കിട്ടാൻ. സത്യത്തിൽ ഈ പശ്ചിമേഷ്യ വീണ ബോംബ് അടുക്കളയിലാ വീണത്. സത്യം. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ സാറ് പറഞ്ഞു, ഇവിടെ ചർച്ചയിൽ പറഞ്ഞു, നമ്മൾ 86% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണെന്ന്. അപ്പോ നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിലാവണമെന്നല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എൻകറേജ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അടിക്കടിയുള്ള ഈ വില കയറ്റം ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാമെന്ന് തോന്നുന്നു. നമുക്കിപ്പോ ലോകത്ത് നടക്കുന്ന യുദ്ധം അവസാനിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ നിലവിൽ ഇതിന്റെ പ്രോസസ്സിങ്ങിന് 55 രൂപയും കമ്മീഷൻ ഉൾപ്പെടെ 60 രൂപയായാലും വീണ്ടും 60 രൂപ എക്സ്ട്രാ ആണ്. ഗവൺമെന്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ടാക്സ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ പൊളിച്ചെഴുത്ത് നടത്തി മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ജനങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഗവൺമെന്റ് അതാ മാർഗം. ഹൈ ടാക്സ് സിസ്റ്റത്തിനെതിരായ നടപടികൾ. മാഡം പറഞ്ഞ നല്ല അഭിപ്രായ. പൊതുഗതാഗതം ഉപയോഗിക്കണം. 6 മാസം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. എന്താണെന്നറിയാമോ? ഇവിടുത്തെ വാഹനങ്ങളുടെ GST പകുതിയാക്കി കൊടുത്തു. 1 കോടി രൂപയുടെ കാറ് വാങ്ങിക്കുന്നവരൊക്കെ എത്ര രൂപയുടെ കുറവ് കിട്ടും? 30 ലക്ഷം 35 ലക്ഷം രൂപയുടെ ഇളവ് കൊടുത്തു. 6 മാസം മുമ്പ് അങ്ങനെ ഇളവ് കൊടുത്ത് വാഹനങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിച്ചു. വാഹനങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിച്ചവരാണ് ഇപ്പൊ എണ്ണ കൊടുക്കുക എന്ന് പറയുന്നത്. ഇന്ത്യ സർക്കാർ നയമുണ്ട്. ഇന്ത്യൻ എനർജി സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യൻ എക്കണോമി ഈസ് ബേസിക്കലി ഡിപ്പെൻഡിങ് ഓൺ പെട്രോൾ ടാക്സ്. പെട്രോൾ ഡീസൽ രംഗത്തുള്ള ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ ടാക്സ് എത്രയെന്നറിയോ? 1 ലിറ്റർ പെട്രോളിന് ഇവിടെ എടുത്ത ടാക്സ് എന്ന് പറയുന്നത് 27 രൂപ 83 പൈസയാണ്. 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ അതിൻ്റെ ടാക്സ് 21 രൂപ 13 പൈസയാണ്. ഇത് കുറയണം. സംസ്ഥാന സർക്കാരിന് കുറയ്ക്കാൻ പറ്റൂ. സംസ്ഥാന സർക്കാരും കുറയ്ക്കണം, കേന്ദ്രവും കുറയ്ക്കണം. അടുത്ത കാലത്ത് ഇദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. കേന്ദ്രം ഡീസലിൻ്റെ ടാക്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയുകയും പെട്രോളിൻ്റെ 10 രൂപ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഈ അവസരത്തിൽ കണ്ടതാണ്. പക്ഷേ അതിന് മുമ്പൊരു ഉണ്ട്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് കംപ്ലീറ്റ് ടാക്സ് എടുത്തു കളഞ്ഞു. മണിശങ്കർ അയ്യർ പെട്രോളിയം മന്ത്രിയായിരുന്ന കാലത്ത് 1 ലക്ഷം കോടി രൂപ വെച്ച് 1 വർഷം സബ്സിഡി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് വില നിലവാരം പിടിച്ചു നിർത്തിയത്. ഈ പെട്രോളിയം ട്രേഡിനെ സംബന്ധിച്ചുള്ള വിഷയം നേരിട്ട് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള ഞാൻ പറയുന്നു, ഈ വില എവിടെയെങ്കിലും ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാണ്. ഐദർ ഒന്നുമില്ലെങ്കിൽ കൂടിയ വരുമാനം വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ മുൻ ധനകാര്യമന്ത്രി ഏർപ്പെടുത്തിയ 2 രൂപയുടെ അഡീഷണൽ സെസ് പെട്രോൾ സെസ്, ഏതെങ്കിലും ഒന്ന് മാറ്റം ഉണ്ടാകും. അതാണ് ഗവൺമെന്റ് ഇവര് എനിക്ക് തോന്നുന്നത് ഇവർ ഇത്ര നേരം സംസാരിച്ചു. സാധാരണക്കാർ ഇവർ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. വില കൂടി നിങ്ങളുടെയൊക്കെ ജീവിതം തകരാൻ പോകുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആയാലും ഹോട്ടൽ അസോസിയേഷൻ ആയാലും ഈ കാര്യം ശരിക്കും പഠിക്കുന്നില്ല. അവരുടെ ബിസിനസ് കുറയാനുള്ള കാരണം, അല്ലെങ്കിൽ ബസ്സിന്റെ എണ്ണം കുറയാനുള്ള കാരണം ഈ വില കൂടുന്നതല്ല. അവർക്ക് ഇപ്പൊ ബസ്സിൽ ആൾക്കാർ കയറുന്ന എണ്ണം കുറയാണ്. അതെങ്ങനെയാണ് കുറയുന്നത്? ഇപ്പൊ സപ്പോസ് GST കുറയ്ക്കണമെന്ന് പറഞ്ഞു. GST ഇപ്പൊ പെട്രോളിന് കുറച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഏകദേശം ഒരു 60 രൂപ 70 രൂപയ്ക്ക് കിട്ടും. ആ രൂപയ്ക്ക് പെട്രോൾ ഡീസൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോവോ? ഇവർക്ക് സ്വന്തമായിട്ട് ബൈക്ക് മേടിക്കും, കാർ മേടിക്കും. ഇതിന്റെ പർച്ചേസിന് എണ്ണം കൂടും. അത്രയും കാറുകളെയും ബൈക്കിനും താങ്ങാനുള്ള ഒരു ശേഷി ഇപ്പൊ നമ്മുടെ ഗതാഗത സംവിധാനങ്ങളിൽ റോഡിലില്ല. അത് മാത്രമല്ല, ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അത് മേടിക്കുന്ന എണ്ണം കുറയും. അത്രയും ആളുകൾ ബൈക്കിലേക്കും കാറിലേക്കും മാറുമ്പോൾ ഈ ബസ്സൊക്കെ പൂട്ടിക്കെട്ടി പോകാൻ സാധ്യത കൂടുതൽ. രണ്ടാമത്തെ കാര്യം, ട്രാഫിക്. ഇത്രയും ആളുകൾ ബസ്സിലേക്ക് ഈ ബൈക്കും കാറും മേടിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ഇപ്പൊ തന്നെ നമുക്ക് എറണാകുളം പറ്റുന്നില്ല. പൊല്യൂഷൻ. രണ്ടാമത് ഏറ്റവും വലിയ കാര്യം, ഈ കൺസംഷൻ കൂടുമ്പോൾ അത്രയും ഓയിൽ നമ്മൾ വിദേശത്ത് മേടിക്കണം. അത്രയും ഓയിൽ വിദേശത്ത് മേടിക്കുമ്പോൾ അത്രയും ഡോളറാണ് ഇന്ത്യയുടെ പോകുന്നത്. അപ്പൊ ഡോളർ അത്രയും പോകുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം കുറയാണ്. അപ്പൊ സത്യത്തിൽ നമുക്ക് ഇവിടെ ഗതാഗത സംവിധാനങ്ങൾ വേണം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരണം, ഹെൽത്ത് സെക്ടർ വളരണം, ആരോഗ്യ സംവിധാനങ്ങൾ വേണം. കൂട്ടണം. ഞാൻ പറയും കൂട്ടണം. എന്നാലും നമുക്ക് അത്രയും വികസന പ്രവർത്തനം കൊണ്ടുവരണമെങ്കിൽ കുറയ്ക്കല്ല വേണ്ടത്. ഗവൺമെന്റ് ഇപ്പൊ വില പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ നികുതി കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞില്ല നികുതി കൂട്ടിയത് കൊണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, സെൻട്രൽ ഗവൺമെന്റ് 0% ആക്കി കൂട്ടി. ഇനി അടിക്കാൻ വരുന്ന ആൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. മേടിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ അതിൽ ഇടപെടണം. സംസ്ഥാന സർക്കാർ ഇടപെട്ട് സംസ്ഥാന സർക്കാർ ഇമ്പോസ് ചെയ്തിട്ടുള്ള ആ നികുതിയിൽ തൽക്കാലം ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അത് പരിപൂർണമായും മാറ്റിവെക്കട്ടെ. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ
ഇതിന്റെ വരവ് കൃത്യമാകുമ്പോ കാര്യം കറക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു സുപ്രഭാതത്തില് നമുക്ക് പോയിട്ട് ഇത് എല്ലാം കെട്ടിപ്പൂട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു സർക്കാരിന്. അതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഗാർഹികത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായത്. കാരണം ആ ഗാർഹിക കാര്യങ്ങൾ 10 ദിവസം 20 ദിവസം ഉള്ളിൽ റൊട്ടേഷൻ വന്നില്ലെങ്കിൽ ആ പ്രയാസം ഉണ്ടാവുന്നതുകൊണ്ടാണ് 1.5 കുറ്റിയും വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം റെസ്റ്റോറന്റ് തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കുറ്റിയോ അല്ലെങ്കിൽ മാക്സിമം 1 കുറ്റി ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 85% ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് അല്ലേ, 15% കൊമേഴ്സ്യൽ ഉപയോഗിക്കുന്നുള്ളൂ. അവർക്കൊരു 100 രൂപ വർധന പോകുന്ന കഴിഞ്ഞാൽ 25 ദിവസം അല്ലെങ്കിൽ 45 ദിവസത്തിനിടയ്ക്ക് 100 രൂപ വരും. ഈ പ്രതിസന്ധിക്ക് ഇവിടെ 1000 രൂപ വർധനവ് വരുന്നതിന് പകരം അത് പകുതിയാക്കി കുറയ്ക്കാൻ മേലെ. യുദ്ധം തുടങ്ങി ഇത്ര കാലം വർധന ഉണ്ടാകും. 50 ദിവസം 60 ദിവസത്തെ സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി അവിടെ ക്രൂഡ് ഓയിൽ വില കുറയുന്ന സമയത്തും അത് ഇങ്ങോട്ട് വന്ന് ഇവിടെ അത് കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് എടുക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരെ സേഫ് ആയതുകൊണ്ട് തന്നെയാണ്. ഒറ്റ കാര്യം പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞല്ലോ, നിതിൻ ഗഡ്കരിയുടെ കാര്യം പറഞ്ഞല്ലോ, ശരിയാണ് സാർ. ഹൈഡ്രജൻ ഇപ്പൊ അടുത്ത ഒരു കാര്യം, അദ്ദേഹം ആ ഉപയോഗിക്കുന്ന വാഹനത്തിന് അത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സബ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അത് ഏറ്റവും കൂടുതൽ അടുത്ത പരീക്ഷണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കും, നമ്മുടെ രാജ്യത്ത് സേഫ് ആയതുകൊണ്ടാണെന്ന് ഒപ്പക് രാജ്യത്തിന് ഇറങ്ങി പോന്നിട്ടില്ലേ UAE നമ്മളുമായിട്ട് ഒപ്പുവെച്ചത്. SKN അറിയാമല്ലോ എന്താണ്, 30 ലക്ഷം ബാരലാണ് നമ്മുടെ അവിടെ സൂക്ഷിക്കാമെന്നും നമ്മുടെ ഭാവിയിൽ പ്രതിസന്ധി പരിഹരിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനെ പരിഹരിക്കാൻ തീരുമാനമല്ലേ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ GST ഉൾപ്പെടുത്തി. എന്തുകൊണ്ട് നിങ്ങൾ പെട്രോളിന്റെ വില GST ഉൾപ്പെടുത്തുന്നില്ല? അത് പറയാൻ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അതിന് സമ്മതം കൊടുക്കാത്തോണ്ടല്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് 25% 2 വീലറും 35% 4 വീലറേ ഉള്ളൂ. അതല്ലാത്തും റോഡുകളില്ലാത്തതുമായിട്ടുള്ള നിരവധി സംസ്ഥാനങ്ങളും നിരവധി ആളുകളുമുണ്ട്. ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ട് അന്ത്യോദയ എന്ന് പറയപ്പെടുന്ന അവരുടെ അന്നമടക്കമുള്ള കാര്യങ്ങളിൽ വരുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ്. ആ വരുമാനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് ആ മേഖലയെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഇരുന്നു കൊണ്ട് മിഡിൽ ക്ലാസ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാൻ. സ്വാഭാവികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രയാസങ്ങൾ അന്ത്യോദയുണ്ട്. കോർപ്പറേറ്റ് നികുതി കൂട്ടത്തില്ല. കോവിഡ് കാലത്ത് 22% കുറച്ച കോർപ്പറേറ്റ് നികുതി തിരിച്ചു 30 എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ. മറുപടി ഉണ്ടോ? മറുപടി. കേന്ദ്രം ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് LPGയുമായി ബന്ധപ്പെട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര പ്രതിസന്ധി വന്നിട്ട് പോലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ യഥാവിധി നടക്കുകയും ചെയ്യും. ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോ പ്രോഡക്റ്റിന് വില കൂട്ടിയിരിക്കുന്നു, കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുന്നു. കൊമേഴ്ഷ്യൽ സിലിണ്ടർ അദ്ദേഹം പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരി ഡൊമസ്റ്റിക് സിലിണ്ടറിന് ഒരു കാശ് കൂട്ടിയിട്ട് കൊമേഴ്ഷ്യലിന് കുറച്ചാൽ മതി. ഈവൻ UAE പോലും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സിന് വില കൂട്ടി വെക്കുകയും ഡൊമസ്റ്റിക് സിലിണ്ടറിന് കൺസ്യൂമേഴ്സിന് വില കുറച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പെട്രോളിന്റെ വില കൂട്ടണതും കുറയ്ക്കണതും ഓക്കെ, പക്ഷെ ഇതിന്റെ അകത്ത് ഈ എത്തനോൾ മിക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടല്ലോ, ഒക്ടൈന്റെ എല്ലാം. ഇപ്പൊ നമ്മൾ എത്ര പുതിയ വണ്ടി മേടിച്ചാലും ഇപ്പത്തെ വണ്ടികൾക്ക് ഇതിനെ സപ്പോർട്ട് ആവണനുസരിച്ചുള്ള സിസ്റ്റമാണ്. ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, കാർബറേറ്റർ എക്കത്തിന് അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ആ സഹോദരൻ പറഞ്ഞത്. അതായത് എത്തനോള് 20% പെട്രോളിൽ ചേർക്കുന്നതുകൊണ്ട് പെട്രോൾ വണ്ടികൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത് മാത്രമല്ല, സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്ന 65 രൂപയുള്ളൂ എത്തനോളിന്. പെട്രോളിന് എത്ര രൂപ? 114 രൂപ. അപ്പൊ അതിൽ നിന്നും കൂടി അവർ ലാഭം അടിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ വണ്ടികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം കാറുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു, ബൈക്കുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. ഇതാരും ശ്രദ്ധിക്കാതെ പോകുകയാണ്. ഇതെന്താ ഇതിന്റെ പിന്നില്? ഗതാഗത മന്ത്രിയുടെ മകൻ നടത്തുന്ന കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ്, നിതിൻ ഗഡ്കരിയെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഗവൺമെന്റ്. അല്ലാതെ രാജ്യത്തെ ജനങ്ങളെ ആധികാരികമായിട്ട് പറയണ, രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ടാക്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ വർധനവിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് മാറുകയാണ്. BJP വക്താവ് പറയുന്നത് ഞങ്ങൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കുന്നു, വളരെ വൃത്തിയായി ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു തർക്കമില്ല എന്നാണ്. നിങ്ങൾ ചെയ്തോളൂ, ഒരു തർക്കം വേണ്ട. എന്നാൽ ഇപ്പോൾ യുദ്ധത്തിന്റെ മറവിൽ BJP ഗവൺമെന്റ് അമേരിക്ക പറയുന്നതനുസരിച്ച് നമുക്ക് സുലഭമായി ലഭിക്കാവുന്ന ഇന്ധന സാധ്യതകളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ മുകളിലേക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഇറാനുമായിട്ടുള്ള നമ്മുടെ കരാറുണ്ടല്ലോ, ഇറാനുമായിട്ടുള്ള കരാർ വേണ്ടെന്നല്ലേ അമേരിക്ക പറയുന്നത്. അമേരിക്ക പറഞ്ഞതനുസരിച്ചല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് പ്രായോഗികമായ കാര്യം അല്ല, എവിടുന്ന് പെട്രോൾ നമ്മൾ ഒരു ചർച്ചയിലിരിക്കുമ്പോൾ ന്യായീകരണം സാധ്യമാക്കില്ല. അങ്ങേക്ക് കൃത്യമായി അറിയാം, റഷ്യൻ തീരങ്ങളിലേക്കും മറ്റു തീരങ്ങളിലേക്കും വെസലുകൾ ഇന്ത്യയിലേക്ക് വരുന്ന പെട്രോളും ഡീസലുമായി വരുന്നതിൽ നിന്ന്
ഇൻഷുറൻസ് മേഖല അവരെ കൃത്യമായി ഇടപെട്ടതും അവർക്ക് കൊടുക്കാതെ വന്നതും വെസൽസ് വരാതിരുന്നതും അടക്കമുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് അങ്ങേക്ക് അറിയാം. അങ്ങ് കൃത്യമായിട്ട് ആ രീതിയിലും കൂടി ഇതിനെ കൊണ്ടുപോകണം. നോക്കൂ, UN, യൂണിസെഫ്, WHO ഇതൊന്നും മോദിജിയുടെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ ഒന്നല്ല. ഇവരും നമ്മളും ഒക്കെ രാജ്യങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് 0% കാർബൺ എന്ന് പറയപ്പെടുന്നത്, പൊല്യൂഷൻ ഫ്രീ എന്ന് കൃത്യമല്ലേ, പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കണമെന്ന്. അതിന്റെ ഭാഗം തന്നെയാണ് ഫോസിൽ ഓയിൽ കൃത്യമായി കുറയുകയും മറ്റു കാര്യങ്ങൾ വരികയും ചെയ്യണം. അത് രാജ്യത്തിന്റെ ആവശ്യമാണ്. അത് 7 തലമുറക്കപ്പുറത്ത് രാജ്യത്തെ കാണാൻ കഴിയുന്നവർക്ക് അത് ചിന്തിക്കാൻ പറ്റും. ഇവരുടെ വളർന്നു വരുന്ന ഭാവി കൂടി കണ്ടുകൊണ്ടാവണം ഒരു ഭരണാധികാരി സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങേക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. പോക്ക് നയത്തിന്റെ പരിപാടിയല്ല. ഞാൻ വരുന്നു ഇന്ധനത്തിന്റെ വില കൂടുന്ന അനുസരിച്ച് ഇവിടെ ഹോട്ടലിലെ ഫുഡിന്റെ വില കൂടുന്നു, ഓട്ടോറിക്ഷയ്ക്ക് കൂട്ടണം, ബസ്സിന് കൂട്ടണം. ഇതെല്ലാം അഫക്ട് ചെയ്യുന്നത് ഞങ്ങളെയാണ്, വീട്ടമ്മമാരെയാണ് അഫക്ട് ചെയ്യുന്നത്. വീട്ടമ്മമാർക്ക് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാറ് പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ വിറകടുപ്പിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലേ. വിറകടുപ്പിലേക്ക് മാറുമ്പോഴത്തേക്കും എല്ലായിടത്തും സൗകര്യമില്ല, പറ്റില്ല. പുകമലിനീകരണം ഉണ്ടാകാം. പണ്ടത്തെ സ്ത്രീകളുടെ ആരോഗ്യം ഇന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ സ്ത്രീകൾക്ക് അത്രയും സഫർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബയോഗ്യാസിലേക്ക് മാറാം. അങ്ങനത്തെ കാര്യങ്ങൾ പൊതുജനങ്ങൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമ്മൾ റൂട്ടിൽ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇന്ധനത്തിന്റെ പ്രശ്നത്തിൽ നമ്മൾ റൂട്ടിലാണ് ചികിത്സിക്കേണ്ടത്. ഇപ്പം വില കൂട്ടുക, ഓട്ടോറിക്ഷയുടെ വില കൂട്ടുക, ബസിന്റെ വില കൂട്ടുക, അതെല്ലാം നമ്മൾ സിംറ്റത്തിന് ചികിത്സിക്കുന്ന പോലെ. ഗവൺമെന്റ് ഈ ടാക്സ് കുറക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന കുറെ ആനുകൂല്യങ്ങൾ ഈ ഒരു ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു നല്ലൊരു കാര്യവും കൂടിയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന കുറെ ആനുകൂല്യങ്ങൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഈക്വിലിബ്രിയം പ്രൈസിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് സർക്കാരിനും നമുക്കും. മാത്രമല്ല ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ പോലുള്ള ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നത് കാര്യം പറഞ്ഞു. ഹൈഡ്രജനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഏറ്റവും നല്ലൊരു ഫ്യൂവൽ ഐഡിയൽ ഫ്യൂവൽ ആണ്. കലോറിഫിക് വാല്യൂ ഹൈ ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. പക്ഷേ അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇല്ല. കാരണം അതൊരു എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് ഫോറിൻ പോളിസിയിൽ മാറ്റം വരുത്തണം. നമ്മൾ അത് ചേഞ്ച് വരുത്തിയതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സുലഭമായിട്ട് നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അതെന്താ ടാക്സ് അടിക്കാൻ കാരണം? അതിന്റെ പിന്നിൽ എന്താ? അതിന്റെ പിന്നിൽ എന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. നമ്മൾ 16-ാം നൂറ്റാണ്ടിലേക്ക് ഉണ്ടാവുമ്പോൾ ഇപ്പൊ പറഞ്ഞില്ല, വിറകടുപ്പിലേക്ക് മാറാം. നമ്മളൊക്കെ ഇനി ഒറ്റ മുണ്ടും തോർത്തൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിലേക്ക് വരാൻ ഈ ഗവൺമെന്റ് പറയൂലേ? അദ്ദേഹം സപ്ലൈകോയിലിരിക്കുന്ന ആൾ കൂടിയാണല്ലോ. അപ്പൊ ഈ ശരിക്കും ഈ നികുതി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വില കുറയും. പക്ഷേ ചിലപ്പോ മറ്റുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ പോകും. അന്നേരം വേറെ മേഖലകളെ ബാധിക്കുമല്ലോ. ഒന്ന് കുറയ്ക്കുമ്പോൾ വേറൊന്ന് അതിന്റെ 2 ഇരട്ടിയാക്കുവാണല്ലോ. അപ്പൊ ഇത് എന്ത് വന്നാലും ഇതിന്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ വില കുറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറയും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറയും. അത് സഹോദരിയുടെ തെറ്റായ ധാരണയാണ്. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഗവൺമെന്റുകളുടെ അടിയന്തര ഇന്റർവെൻഷൻ വേണം. അതിന് ഹൈ ടാക്സ് സിസ്റ്റം മാറ്റി സബ്സിഡി കൊടുക്കേണ്ട സബ്സിഡി കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ടാക്സ് കുറയ്ക്കുകയും വേണം. കേന്ദ്ര സർക്കാർ ചെയ്തു. ഇനി അനിലേട്ടൻ ഇടപെട്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് വേഗമാക്കണം. കാര്യം പറഞ്ഞല്ലേ, അതേപോലെ തന്നെ സഹോദരി പറഞ്ഞൊരു വലിയൊരു കാര്യം, അതാണ് മിടുക്കി കുട്ടികൾ എന്ന് പറയപ്പെടുന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യം രാഷ്ട്രീയമല്ലോട്ടെ മോളെ. അതായത് ഒരു സർക്കാരിന്റെ ഈ പൈസ കൊണ്ട് വിവിധ മേഖലകളിലെ വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാർഷികനടക്കം വളത്തിന് വില കൂട്ടാത്തതടക്കം ഇതിന്റെ വിഹിതം കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും കൈകാര്യം ചെയ്തു പോകുന്നത്. ആ കൈകാര്യം ചെയ്തു പോകുന്ന ബോധ്യം ആ കുട്ടിക്കുള്ളതുകൊണ്ട് ആ കാര്യം പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യവും. അയോഗ്യാസ് ഉണ്ടാകേണ്ട കാര്യം. എന്താ ഇൻഡക്ഷൻ കുക്കർ വെക്കാൻ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഗ്യാസിനപ്പുറത്ത് ഇൻഡക്ഷൻ കുത്താൻ ഭയം? എന്താ ഭയം എന്നറിയോ? ആ ഇരിക്കണ ആളുടെ സർക്കാർ 4 സ്ലാബാ കറണ്ട് ബില്ല് നെഞ്ചത്തടിക്കണം. 10 മണി കഴിഞ്ഞിട്ട് ചോറുണ്ടാ മതി എന്ന് പറയാൻ പറ്റുമോ? അതൊരു പ്രശ്നമില്ല അല്ലേ? ചർച്ചയിൽ ഒരു പോയിന്റ് ഉന്നയിച്ചാൽ പോയിന്റിന് ഉത്തരം തരണം. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നന് നികുതി എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ് നികുതി. ആ നികുതി 30-ൽ നിന്ന് 22 കുറച്ചവർ 30 ആക്കുമോ ഈ യുദ്ധകാലത്ത്? നികുതി കൂട്ടിയാൽ എല്ലാ പ്രശ്നവും തീരുവോ? ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ വരുമാനം വർദ്ധിക്കും. അപ്പൊ ഈ പറയുന്ന പ്രശ്നമില്ല. 2, അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വില, എണ്ണ വില വന്ന കാലം ഏതാ? ഒരു വീപ്പ എണ്ണയ്ക്ക് $147 വന്നൊരു കാലമുണ്ട്. ഇപ്പൊ ഒരു വീപ്പ എണ്ണ എന്ന് പറയുന്നത് $100 കളിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇന്നുള്ളതിനേക്കാൾ 1 ഇരട്ടി കൂടിയുള്ള വർധനവ്, 3 ഇരട്ടി ഡോളർ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് UPA സർക്കാരിന്റെ കാലമാണ്, ഞങ്ങളുടെ കാലമല്ല, കോൺഗ്രസ്സുകാരുടെ കാലമാണ്.
അന്നുള്ളതിനേക്കാൾ എണ്ണ വില എങ്ങനെ ഈ ആഭ്യന്തര മാർക്കറ്റ് വന്നു? 1,40,000 പറയട്ടെ. അന്ന് അല്ലല്ലല്ല. 3,23,000 കോടിയാക്കി തിരിച്ചു കൊടുത്തതാണ് അതിന്റെ ഉത്തരം. അതിന് കൈയടിക്കാതെ ഈ പോയിന്റ് ഞാൻ പറയുന്നത് ഞാൻ ആധികാരികമായ കണക്കാണ്. ആധികാരികമായി നുണ പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആധികാരികമല്ല. 2013 ഒരു വീപ്പ് എണ്ണ $140. ഇപ്പൊ ഒരു വീപ്പ് എണ്ണയ്ക്ക് എത്ര വിലയുണ്ട്? $100 അപ്പുറം ഇപ്പുറം കളിക്കുകയാണ്. എത്ര വില കൂടിയിട്ട് $103 വന്നില്ല. പറയട്ടെ, പറയട്ടെ. സോറി സാർ, ചർച്ചയല്ല. നമ്മളൊരു പോയിന്റ്. ഏറ്റവും കൂടുതൽ തോറിയം കിട്ടുന്നത് ഇന്ത്യയിൽ എവിടെയാ? ഒന്ന് പറയാൻ അനുവദിക്കണം. മനുഷ്യ ജീവിതത്തെ കുറിച്ചാണ് ചർച്ച. ആ ചർച്ച വരുമ്പോൾ ഞങ്ങൾക്കെതിരായ കോൺഗ്രസിന്റെ കാലത്ത് അന്താരാഷ്ട്ര വിപണിയിൽ $147 വില വന്നു എന്ന് CPM-നുള്ള പോയിന്റ് അല്ല. കോൺഗ്രസ് ഭരിക്കുന്നൊരു കാലത്ത് അന്ന് ആ വില വന്നിരുന്നു. അന്നില്ലാത്ത വിലക്കയറ്റം എണ്ണ വിലക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നു എന്ന് ഉത്തരം പറയേണ്ടത് BJP ആണ്. വളരെ സിമ്പിൾ. സർ, ആദ്യം ഈ $147 വന്നത് 2013-ലല്ല, 2008-ലാണ്. 2008-ലാണ് $147 വന്നപ്പം ഒരു ഓയിൽ പൂൾ സിസ്റ്റം വന്നു. എന്നാണ് എല്ലാ ടാക്സസും വേണ്ടാന്ന് വെച്ചത്. എല്ലാ ടാക്സസും വെച്ചാൽ ഏറ്റവും കാരണം $147 ഒരു വീപ്പ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. ഈ ബാരൽ എത്ര ലിറ്റർ ആണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. അത് 159 ലിറ്റേഴ്സ്. 159 ലിറ്റർ ഉള്ള ഒരു ബാരലിന് $147 എന്ന് പറഞ്ഞപ്പം അന്ന് ഈ ഓയിൽ പൂള് വന്നു. അത് മാത്രമല്ല അന്ന് ടാക്സസ് കംപ്ലീറ്റ് മൻമോഹൻ സിംഗ് വേണ്ടാന്ന് വെച്ചു. ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരുന്നത് വില എന്ന് പറയുന്നത് വെറും 52 രൂപയാണ്. പിന്നെ എന്ത് പറ്റി കാര്യത്തിന് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആദ്യം മൻമോഹൻ സിംഗ് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അതുവരെ പെട്രോളിൻ്റെ പ്രൈസ് മാത്രമാണ് ഫ്രീ ആക്കിയത്. ഡീസൽ പ്രൈസസ് വെച്ചിരുന്നത് അന്നും ഗവൺമെൻറ്റാണ്. രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് 2009 വന്നപ്പം ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. എന്ത് ചെയ്തു? ഡീസൽ പ്രൈസസും മാർക്കറ്റ് റേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി. അതോടെ ഡീസൽ പ്രൈസസ് വിചാരിച്ചതിനേക്കാളും ലെവലിലേക്ക് കൂടാൻ തുടങ്ങി. ഈ സമയത്ത് അവിടെയാണ് നമുക്കിവിടെ ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ വേണം. കോംപ്രിഹെൻസീവ് പ്ലാന്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ സമയത്ത് ഇതെല്ലാം പഠിച്ചതാണെന്നല്ലേ ഞാൻ ചോദിക്കുക. നമ്മളിപ്പോ ഒരുപാട് ഹിസ്റ്ററി പരിശോധിച്ചിട്ടും കാര്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടുമ്പോൾ വേറൊരു ഭാഗത്ത് ജനങ്ങൾക്ക് കാർക്ക് വാങ്ങിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. 90% കാറുകളും ഇന്ന് ലോണിലാണ് എടുക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ ടൈറ്റനിങ് നടത്തേണ്ടത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്ത് വന്നാലും ശരി ബാങ്ക് ലോണിൻ്റെ റേറ്റ് കൂട്ടണം. അവർക്ക് കാർ ലോൺ അത്ര ഈസി ആയിട്ട് കൊടുക്കരുത്. പിന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ ഇപ്പം ഏകദേശം 40 മുതൽ 45 കോടി ജനങ്ങൾ വെൽ ഓഫ് എന്നൊരു കാറ്റഗറിയിലാണ്. അതായത് വെൽ ഓഫ് എന്നുള്ള ആൾക്കാർക്ക് ഏത് ലക്ഷറിയും വാങ്ങിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ലക്ഷറി പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ബാങ്കിങ് സിസ്റ്റമാണ്. ആ ബാങ്കിങ് സിസ്റ്റത്തിനെ ടൈറ്റൻ ചെയ്താൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നു നമുക്ക് വളരെയധികം ഈ കൺസ്യൂമറിസം കുറയ്ക്കാൻ പറ്റും. പ്രധാനമന്ത്രിയുടെ 6 പോയിന്റ് അപ്പൊ നമുക്ക് ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. അതിൽ നിന്നൊരു റിലീഫ് വേണം. വീട്ടമ്മമാർ മാത്രമല്ല, സാധാരണക്കാർക്ക് എങ്ങനെ LPG കിട്ടുന്ന പോലെ കിട്ടാനെങ്കിലും ഉള്ള അവസരം ഉണ്ടാക്കണം. അതായത് റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇത്രേ ഉള്ളൂ, സൂക്ഷിച്ചുപയോഗിക്കുക. സാധാരണഗതിയിൽ 30 ദിവസം ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു വീട്ടമ്മയ്ക്കാണ്, ഒരു കുടുംബത്തിനാണെങ്കിൽ അത് 45 ദിവസം ആക്കാം. വെറുതെ പാല് അടുപ്പത്ത് വെച്ച് TV കണ്ടിട്ട് വരുമ്പോഴത്തേക്കും പാല് തിളച്ചു പോകും, TVയും ഇതെല്ലാം ഗ്യാസെല്ലാം വെയിറ്റാം. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് അത് കുക്ക് ചെയ്യണ സമയത്ത് മാത്രം ഗ്യാസ് ഉപയോഗിക്കുകയും അല്ലാത്ത സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയും അത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ കൂടുതൽ സമയം ഉപയോഗിക്കാം, കുറച്ച് കാശ് കുറച്ച് കുറയ്ക്കാം. അതിനുള്ള പറഞ്ഞൊരു കാര്യം ഹോട്ടലുമായിട്ട് കൂട്ടി വായിക്കണം. കേരളത്തിലെ പല ഹോട്ടലുകളിൽ ഇപ്പൊ ചായ നിർത്തി. എന്താണ് ഈ ഹോട്ടൽ ഉടമകൾ നേരിടുന്ന പ്രശ്നം? ഒരു വിഷയത്തെ ന്യായവാദങ്ങൾ കൊണ്ടും പ്രതിന്യായവാദം കൊണ്ടും ഇവിടെ ചെയ്യുന്നത് നമ്മളല്ല. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഇപ്പൊ ഹോട്ടൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഹോട്ടലുകാർ എന്ന് പറയുന്നത് വേറെ ഒരു ഉപഭോക്താക്കളാ. ഇപ്പൊ വീട്ടമ്മ പറഞ്ഞ മാതിരി ഞങ്ങൾക്കും കുടുംബമുള്ളതാ. ഈ വീട്ടില് ഗ്യാസ് കുടിക്കഴിഞ്ഞാൽ ഞങ്ങളെയും ബാധിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത്. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് കേരളത്തിൽ തന്നെ 50 ലക്ഷത്തോളം പേര് ഇതിനെ ബാധിക്കുന്നുണ്ട്. അവരെ ഇപ്പൊ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ബസ് തൊഴിലാളികൾ എല്ലാവരെയും
മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവരെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായ ഇടപെടലുകൾ ഉണ്ടാവണം. അവിടെ ഗ്യാസ് കിട്ടും, ഗ്യാസ് കിട്ടുന്നില്ല, ഗ്യാസിന്റെ വില കൂടുതലേ ഉള്ളൂ. ഇപ്പോഴും ഗ്യാസിന്റെ നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് കിട്ടുന്നില്ല. ദിവസവും 100 കണക്കിന് പരാതികളാണ് വരുന്നത്. ഗ്യാസ് കിട്ടാതെ എങ്ങനെ ചായ കൊടുക്കണേ? FSS നിയമം വന്നപ്പോൾ എല്ലാ ഹോട്ടലുകളിൽ നിന്ന് അടുപ്പൊക്കെ എടുത്ത് മാറ്റി. അടുപ്പ് വയ്ക്കാൻ പാടില്ല. ഇപ്പൊ വീണ്ടും ഞാൻ മന്ത്രി ഓർഡർ ഇട്ടേക്കാണ് പരിശോധനയ്ക്ക്. ഈ പരിശോധനയ്ക്ക് വരുന്നവരവിടെ കരി വരണ്ട ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേര് നടപടിയെടുക്കും. അപ്പൊ എങ്ങനെ ഞങ്ങൾ ചായ കൊടുക്കണേ? ചായ കൊടുക്കണമെങ്കിൽ ഗ്യാസ് കിട്ടണം. അതിന്റെ വില കൂടുമ്പോൾ ഞങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റില്ല. വില കൂട്ടിയാൽ ലാഭമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഗ്യാസിന്റെ ഇന്നലത്തെ മിൽമപ്പാൽ മാത്രമല്ല വില വർധനവ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. പരിപ്പിന്റെ വില വെച്ച് 200 രൂപ എടുത്ത പരിപ്പിന്റെ വില. ബിരിയാണി അരി 100 താഴെ കിടന്നപ്പോ ഇപ്പൊ 210 രൂപ ബിരിയാണിയുടെ വില. അപ്പൊ എല്ലാ സാധനത്തിനും വില കൂടുമ്പോൾ നാമമാത്രമായ വർധനമെങ്കിലും ഹോട്ടൽ ഉടമകളും കൂടെ സഹകരിക്കണം. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ സാർ, എന്റെ ചെറുപ്പത്തില് 60 രൂപ ഒരു സിലിണ്ടറിനായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ അന്നും അമ്മ പറഞ്ഞത് ഗ്യാസ് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, സമയത്ത് കൃത്യമായിട്ട് പാചകം ചെയ്ത് മാറണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ അന്നും ഇന്നും അത് തന്നെ. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ്? അന്ന് മുതൽ ഇന്ന് വരെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ 945 ഇന്നത്തെ അപ്പൊ ഇന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിങ്ങനെ ചർച്ചയിലൂടെ എന്ത് തീരുമാനമാണ് നമ്മുടെ അഭിപ്രായം ലോകത്തോട് പറയാ. ഓക്കെ ഉല്ലാസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തെ നമുക്ക് തടയാൻ പറ്റത്തില്ല. പറഞ്ഞ വാദപ്രതിവാദങ്ങളെ കൊണ്ട് ഓട്ടടക്കല്ല, യാഥാർത്ഥ്യങ്ങളായി തന്നെ എന്താണ് ഞാൻ പറഞ്ഞ യുദ്ധം നമ്മൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ നേരെ ആവത്തില്ല, അമേരിക്ക നേരെയാവാൻ പോകുന്നില്ല. അപ്പൊ പ്രതിസന്ധികളെ പരിഹരിക്കുക എന്നുള്ളത്. അപ്പൊ പരിഹരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിൽ യഥാവിധി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയിട്ടും നാളെ ഇന്ന് വരെ ആ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് റിസർവ് ബാങ്ക് അടക്കമുള്ള സ്ഥലങ്ങൾ അതിന് വേണ്ട ഇടപാടുകൾ അതിന്റെ ഇറക്കുമതി കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. സർക്കാർ അപ്പുറത്തെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഒട്ടടച്ചതല്ല. ഞാനൊരു കാര്യം എനിക്കൊരു 60 സെക്കൻഡ് തന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഊഷ്മ തരംഗത്തിന്റെ ഭാഗമായിട്ട് ഈ നാടിന്റെ പ്രശ്നങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് അതനുസരിച്ചുള്ള പഠനം നടത്തി ഭാവിയിൽ ദാരിദ്ര്യമല്ല മരണകാരണമാവാൻ പോകുന്ന അതിശൈത്യവും അല്ലെങ്കിൽ വരൾച്ചയുമാണ് എന്നുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പൊല്യൂഷൻ ഫ്രീ ആക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകൾ ഈ തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ന്യൂക്ലിയർ എനർജിയിലേക്കും സോളാർ എനർജിയിലേക്കും വിൻഡ് മില്ലിലേക്കും അതുപോലെ ഹൈഡ്രജനിലേക്കും അതുപോലെ ബയോഗ്യാസിലേക്കും ഒക്കെ ഈ രാജ്യം മാറേണ്ടത് വളർന്നു വരുന്ന ഈ തലമുറയുടെ കൂടി ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ആ സർക്കാർ 7 തലമുറയ്ക്കപ്പുറത്തേക്ക് കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ ഇതുപോലെയുള്ള ചെറിയ വർധനവുകളുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അല്ല പറയണ കേൾക്കൂ, ചെറിയ വർധനവെന്നല്ല, ചെറിയ ഈ വിഷയങ്ങൾ ഞാൻ ചോദിക്കട്ടെ. 1991 അന്ന് എനിക്ക് 9 വയസ്സ്, SK ചിലപ്പോൾ 18 കൂടുതലുണ്ടാവാം. ആ സമയത്ത് ആ സമയത്ത് ഇതേപോലെ ഒരു യുദ്ധം വന്ന സമയത്ത് പെട്രോൾ പമ്പുകൾ ഒറ്റയടിക്ക് അടച്ചത് ഓർമ്മയുണ്ടാ? ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? സപ്ലൈയിലും ഡിമാൻഡിലും വ്യത്യാസം വരുത്തി കൈകാര്യം ചെയ്ത് സ്വാഭാവികമായിട്ട് ആ പ്രശ്നം തീരുന്നത് വരെ പരിഹരിക്കപ്പെടാനേ സാധിക്കുള്ളൂ. അതല്ലേ സർക്കാരിന് പറ്റുള്ളൂ. എല്ലാരും ഹോട്ടലിലുള്ള പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ ബസ്സിന്റെ പ്രശ്നം പറഞ്ഞു, ഓട്ടോ പ്രശ്നം, ഇതുപോലെ തന്നെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ പലരും ഹോസ്റ്റലുകളിൽ നിന്ന് താമസിക്കുന്നത്. അവിടെ ഫുഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു. ഈ ഗ്യാസിന്റെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഫുഡ് അവൈലബിലിറ്റി ഇല്ല. അപ്പൊ ഹോസ്റ്റലുകൾ അടച്ചപ്പോ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോയി ഞങ്ങൾ എവിടുന്ന് ഫുഡ് കഴിക്കും? ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമോ? എത്ര രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം? കാരണം ഞങ്ങൾ അക്കോമഡേഷൻ വെക്കേറ്റ് ചെയ്ത് മാറുന്നില്ല, കുറച്ച് നാളത്തേക്ക് അടച്ചിടുന്നു, അവിടെ പൈസ കൊടുക്കണം. പുറത്തിറങ്ങിയ ഹോട്ടലുകളിലാണെങ്കിൽ അവിടെയും പൈസ കൂട്ടുന്നു. ഇതുപോലെ തന്നെ ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോർപ്പറേറ്റിൽ ടാക്സ് കൂട്ടുന്ന ഒരു കാര്യം. എൻ്റെ ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ടാക്സ് കൂട്ടുവാണെങ്കിൽ അതേസമയം അവരുടെ ഇൻകത്തിന് വേണ്ടി അവർ കസ്റ്റമേഴ്സിനെ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന എമൗണ്ടും കൂട്ടുക ചെയ്യുന്നത്. അപ്പോഴും ഞങ്ങളെ പോലെയുള്ള കുറെ പേര് ഇങ്ങനെ അഫക്റ്റഡ് ആവുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കോർപ്പറേറ്റ് ടാക്സ് കൂട്ടിയാൽ ഈ കോർപ്പറേറ്റ് നികുതി കൂട്ടുമോ? മാത്രമേ ചോദിച്ചത്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാല് കോർപ്പറേറ്റ് കമ്പനികളാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളൊന്നും കോർപ്പറേറ്റുകളല്ല. ഒരു സ്കൂൾ മാനേജ്മെന്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്പനികളെ ഉദ്ദേശിച്ചത് അല്ലേ? കമ്പനികളെ അംബാനി, അദാനി, അദാനി അതൊക്കെയാണ്. കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളതാണ് ഇപ്പൊ കൺഫ്യൂഷൻ. കോർപ്പറേറ്റ് ടാക്സ് ഇസ് എ ടാക്സ് ഓൺ ദ പ്രോഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ്സ്.
പ്രോഫിറ്റിൽ മാത്രം. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ്സിന്മേൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. അതാണ് സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കാരണം ലാഭം കുറഞ്ഞ സമയത്ത് സർ കോവിഡിന്റെ സമയത്ത് ലാഭം കുറഞ്ഞപ്പോൾ 22% 22% ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി കുറച്ചു. അപ്പൊ അതാണ് പറയുന്നത്, അത് കുറച്ചത് കൂടണം എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രശ്നത്തിൽ പ്രോട്ടോകോൾ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മോളെ പ്രോട്ടോകോൾ ഇറക്കിയിരുന്നു. ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ് ഇത്യാദി സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും സിലിണ്ടർ കൊടുക്കാതിരിക്കരുത് എന്ന് കൃത്യമായ പ്രോട്ടോകോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങയുടെ ഗവൺമെന്റ് അടക്കം അത് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കൃത്യമായിട്ട് ഹോസ്പിറ്റൽസിനും ഹോസ്റ്റൽസിനും കൊടുത്തിട്ടുണ്ട്. മോളുടെ ഹോസ്റ്റലുകൾ അങ്ങനെ സൂത്രപ്പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇടപെടേണ്ടത്. സാറ് പറഞ്ഞതിന്റെ തുടർച്ചയായി നമ്മൾ അടുക്കളയിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം നമ്മുടെ ഈ ഓട്ടോ ചാർജ് അല്ലെങ്കിൽ ഈ ബസ് ചാർജ് വർധന ഇതെല്ലാം വരുമ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും? അടുക്കളയിലെ കാര്യം അതില് ബസ് ചാർജില് ഇപ്പൊ നമ്മൾ ഈ ഇന്ധന വില വർധനവിന് മാത്രമല്ല മറ്റുള്ള വിഷയങ്ങളിലും ടാക്സുകൾ ഉണ്ട്. നമ്മുടെ വാഹനത്തിന്റെ ടാക്സ് വരുന്നത്, വെഹിക്കിൾ ടാക്സ്, ഇൻഷുറൻസ് ടാക്സ്. ആഞ്ഞു പിടിക്കാന്ന് പറഞ്ഞ സാറേ, ഇത് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതുവരെ ഞങ്ങൾ കഷ്ടപ്പെടുക. KSRTC വനിതകൾക്ക് സൗജന്യം എന്ന് വിളിച്ചാൽ ബസ്സുകാർ പിന്നെ ഓടേണ്ടി വരില്ല എന്നാണ് ഇവരുടെ നിലപാട്. രണ്ടാമത് ചർച്ച നടത്തേണ്ടി വരും. ഒരു കാര്യം നമ്മൾ ഇത് അവസാനിപ്പിക്കും, അങ്ങയിൽ അവസാനിപ്പിക്കാം. ഇത് ശരിക്കും ഇപ്പൊ ജനങ്ങൾക്ക് ഇത്രേ പ്രശ്നമുള്ളൂ. കാരണം ഇങ്ങനെ സാധന വില ഉയരുക, നിത്യോപസാധന വില ഉയരുക, ഇൻഫ്ലേഷൻ കൂടുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ അവർക്ക് എന്താ, കാരണം ഇതൊരു ലോക പ്രതിസന്ധിയാണ്, കേരളത്തിന് മാത്രമായിട്ടുണ്ടായതുമല്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൂടിയാലോചിച്ചിട്ട് ഇതിനകത്ത് നികുതി ഭാരം കുറച്ചുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില പരമാവധി കുറയ്ക്കുക. മറ്റൊന്ന്, ഇത് കുറയ്ക്കാൻ ആലോചിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെട്രോളിയം സെക്ടറിൽ നിന്ന് കഴിഞ്ഞ വർഷം 2025-26 വർഷത്തില് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയിരുന്ന മൊത്തം നികുതി എന്ന് പറയുന്നത് 4,15,000 കോടിയാണ്. ആ 4,15,000 കോടി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് മൊത്തം വരുമാനത്തിന്റെ എത്ര ശതമാനം വരുമെന്നുള്ളത് നിങ്ങളുടെ കണക്ക് അല്ല. അപ്പൊ അത് കുറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന് സംസ്ഥാനത്തിന് ഓയിൽ സെക്ടറിൽ നിന്ന് കിട്ടുന്നത് 12,500 കോടി രൂപയാണ് കേരള ഗവൺമെന്റിന് കിട്ടുന്നത്. അവർക്കത് 1,000 കോടി 2,000 കോടി രൂപ കുറച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? പക്ഷെ ഇവിടെ ഏറ്റവും ഈ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ടത് നികുതി ചോർച്ച. പെട്രോളിയം സെക്ടറിൽ വലിയ രീതിയിലുള്ള നികുതി ചോർച്ച. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടെ കേരളത്തിൽ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം 6,000 കോടി രൂപയാണ് കേരളത്തില് പെട്രോളിയം സെക്ടറിൽ നികുതി ചോർച്ച. അന്യ സംസ്ഥാനങ്ങളുടെ കള്ളക്കടത്ത്, വ്യാജ ഡീസൽ, ബയോഡീസൽ വഴി കേരളത്തിൽ നഷ്ടപ്പെടുന്ന 6,000 കോടി രൂപ. ആ 6,000 കോടി രൂപ പിരിച്ചിട്ട് മറ്റുള്ളവർ അല്ല, കേന്ദ്ര സർക്കാർ കുറയ്ക്കേണ്ട ടാക്സ് 0 ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറയ്ക്കാനില്ല. നിങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇപ്പൊ വന്ന സർക്കാരുകളും പരിഗണിച്ച് അത് കുറയ്ക്കുക. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട സഹായം കേന്ദ്രവും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? 2 രൂപ അല്ല, 15 രൂപ. 100% കേരള ഗവൺമെന്റ് വിത്തിൻ എ ഡേയ്സ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പാക്ട് സ്റ്റഡിക്ക് വേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ബജറ്റിൽ പറയൂ അത്. 100%. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ജനജീവിതം ദുസ്സഹമായി കിതച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നു. കേരളത്തിൽ അത് കുറച്ച് പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം സംസ്ഥാന സർക്കാർ ബജറ്റിൽ കണ്ടെത്തുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലും ഈ കാര്യത്തിൽ ആവശ്യമാണ്. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.